മാധ്യമങ്ങളും ഡിസബിലിറ്റിയും. യഥാർത്ഥത്തിൽ ഇത് മാധ്യമപ്രവർത്തകർ ഒരു എങ്ങനെ പറയുക, അവർ സ്വയം വിമർശനാത്മകമായി സമീപിക്കേണ്ട ഒരു സെഷൻ കൂടിയാണ്. അവിടെ നമ്മളോടൊപ്പം ഇന്ന് പത്ര ദൃശ്യമാധ്യമങ്ങളിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ് ചേരുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് തോന്നുന്നു വളരെ വിശദമായി തന്നെ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ചോദ്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് കൂടി ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇതിൻ്റെ സമഗ്രത വർദ്ധിപ്പിക്കും. അപ്പോൾ നമുക്ക് ഏതാനും ചില ചോദ്യങ്ങളുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും തന്നെ ഒരാളോട് എന്ന ഉദ്ദേശത്തിലല്ല. ഒരു ചോദ്യം ഞാൻ ഒരാളോട് ചോദിക്കുന്നു, എപ്പോഴാണോ കൂട്ടിച്ചേർക്കാൻ നമ്മളെ പാനലിൽ ആർക്ക് വേണമെങ്കിലും അവർ ഉത്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി പിന്നീട് നമുക്ക് പറയാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ ചോദ്യം പ്രമോദ് സാറിനോടാണ്. സാറിൻ്റെ ഈ ദീർഘമായുള്ള മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഒരു ഭാഷയുടെ മാറ്റം ശ്രദ്ധിച്ചിരുന്നോ? ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭിന്നശേഷി തുടങ്ങിയ പദങ്ങളാണ്. അപ്പോൾ സാർ കരിയർ തുടങ്ങിയ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതായിരിക്കില്ല പദങ്ങൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഭാഷയിൽ വരുന്നുണ്ട്. ഭാഷ നേരത്തെ പറഞ്ഞ പോലെ സംസ്കാരത്തിൻ്റെ ഒരു വാഹകൻ കൂടി ആയതുകൊണ്ട് അതിന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളോടുള്ള പെരുമാറ്റത്തിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ ഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത്തരം കാര്യങ്ങൾക്കപ്പുറം ഭാഷയുടെ മാറ്റത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ എന്ത് മാറ്റമാണ് സാർ കണ്ടിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ DC ഇവിടെ സംഘടിപ്പിച്ച KLF-ൽ ഒരു സെഷനിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്നതിൻ്റെ അതിനെ അപേക്ഷിച്ച് ഇപ്പോഴെത്തുമ്പോഴുള്ള ഒരു വ്യത്യാസമെന്ന് തോന്നുന്നത്, നമുക്കെന്തോ നമ്മുടെ മനസ്സിലൊരു സ്നേഹം വരികയാണ്. എന്തെന്നില്ലാത്ത സ്നേഹമാണ് മനുഷ്യരോട്. നമുക്ക് അങ്ങനെ ഒരു സ്നേഹം തോന്നുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ട പോലെ. ഞാനൊരല്പം മുമ്പ് ഇപ്പോൾ ഇവിടെ ആ എക്സ്പീരിയൻസ് സെൻറ്റർ അവിടെ ഒന്ന് കയറി ആ എക്സ്പീരിയൻസിലൂടെ ഒന്ന് കടന്നുപോയി. അതായത് ഒരാൾ വിഷ്വലി ഇമ്പയർഡ് ആയാൽ എന്താണ് സംഭവിക്കുക, ഹിയറിംഗ് ഇമ്പയർഡായ എന്താണ് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് അനുഭവിക്കുകയായിരുന്നു. ആ അനുഭവം ഒരു വളരെ ചുരുങ്ങിയ നേരത്തെ അനുഭവം തന്നെ സത്യത്തിൽ എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു എന്ന് പറയണം. അതേസമയം തന്നെ ഇതെനിക്ക് തീർത്തും അപരിചിതമാണെന്ന് പറയാനും കഴിയില്ല. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ആശാലത എന്ന് പറയുന്ന, നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരുപക്ഷെ അറിയാം. അതെ, രാവണീശ്വരത്തെ ആശാലത ടീച്ചർ വിഭാസന എന്ന് പറയുന്ന ബ്ലോഗ് ചെയ്യുന്ന ആൾ എൻ്റെ സഹോദരിയാണ്. അപ്പോൾ അവളുടെ അനുഭവങ്ങളിലൂടെ ഞാൻ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഞാൻ അവളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവളുടെ വളർച്ചയിലും വികാസത്തിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്, ഒരു യൂട്യൂബറാണ്, ഈ പറഞ്ഞ ബ്ലോഗറാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ തന്നെ ഒരു ഉത്തരം, ഈ കാലഘട്ടം ഞാൻ ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, അതിനു മുന്നേ തന്നെ ജീവിച്ചു വന്ന ഈ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതുപോലെ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ നേർ സംസാരിക്കുക, അവരോട് ഇടപഴകുക എന്നാണ്. എനിക്ക് ആ ഒരു തോന്നലും ആ ഒരു അറിവും വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മാധ്യമപ്രവർത്തനത്തിലേക്ക് കടന്നപ്പോഴാണ് അത് എത്രമാത്രം പ്രധാനമാണ്, എത്ര നിർണായകമാണത് എന്ന് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ വികലാംഗർ എന്ന പദം വളരെ വ്യാപകമായി ഉപയോഗിച്ചു പോകുന്നതാണ്. അത് എല്ലാ തരത്തിലും, അത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ
ശാരീരികമായി മറ്റു തരത്തിൽ ഉള്ള ആളുകളായാലും എല്ലാവർക്കും വികലാംഗർ എന്ന പദമാണ് ഉപയോഗിച്ച് പോന്നിരുന്നത്. അത് വികലാംഗ അസോസിയേഷൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ആ സംഘടനയുടെ പേര് പോലും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത് തോന്നാതിരുന്നത് എന്നത് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. കുറ്റബോധം എന്ന് വെച്ചാൽ അത് ആർക്കും ആ ഒരു വെളിപാട് എന്തുകൊണ്ടും ഉണ്ടായില്ല. ഇതിങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ അവർ ശരിയായ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ ഒരു കുഴപ്പമുള്ള ആളുകളാണ്, വികലമായ അംഗത്തോടു കൂടിയവരാണ് എന്ന നിലയിലുള്ളൊരു പ്രയോഗം അവരെക്കുറിച്ച് നടത്തിയത് എത്ര വലിയൊരു തെറ്റായിരുന്നു എന്ന തോന്നലിലേക്ക് നമ്മൾ പിന്നീട് എത്തുകയാണ്. ഞാനൊക്കെ മാധ്യമപ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ഇത് എഴുതുമ്പോഴും അല്ലെങ്കിൽ പറയുമ്പോഴും ഒക്കെ ആ നിലയിൽ പറഞ്ഞിരുന്നൊരു ഘട്ടമുണ്ട്. അന്ധർ, ബധിരർ, മൂകർ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവരെ വിശേഷിപ്പിക്കുന്ന രീതികൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീടാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ പുതിയ രാഷ്ട്രീയം ഇടപെടുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു നവരാഷ്ട്രീയ ബോധം വളർന്നു വരുന്നതിൻ്റെയും അതിൽ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇടതു രാഷ്ട്രീയ ബോധം എന്ന് തന്നെ പറയണം നമ്മളതിനെ. കാരണം അതിനകത്ത് നിർണായകമായ ഒരു സന്ധിയിൽ അത്തരം കാര്യങ്ങളിൽ സാംസ്കാരികമായി ഇടപെടാൻ കഴിഞ്ഞ ആളുകൾ ആ വശത്ത് നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് മാധ്യമ പ്രവർത്തനത്തിൽ. അത് ഓരോ സന്ദർഭത്തിലും ഇപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് എൻ്റെ കൂട്ടത്തിലുള്ള സമാനമായ ഇപ്പം ആശാലത എന്ന എൻ്റെ സഹോദരിയിൽ നിന്ന് ഭിന്നമായ എന്തോ ഒരു കുറവുള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതിന് ഉദാഹരണം ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ആശാലത ചെയ്ത ഒരു വ്ളോഗിനകത്ത് അയാൾ ഒരു ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അവൾ ചോദിക്കുന്ന ഒരു കാര്യം, എനിക്കെൻ്റെ കണ്ണ് ദാനം ചെയ്യാൻ കഴിയുമോ ഡോക്ടർ? അവൾക്ക് വിഷനില്ല, കണ്ണ് ദാനം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ഒരു ചോദ്യം എന്നെ ഭയങ്കരമായി ഞെട്ടിച്ചു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇന്നേ വരെ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണത്? എത്ര വളരെ വളരെ പ്രധാനമായ ഒരു കാര്യം. ഒരാൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ കണ്ണ് ദാനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഡോക്ടറുടെ മറുപടിയിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അത് ഇയാൾക്ക് ഈ നെർവിൻ്റേതാണ് പ്രശ്നം. ആക്ച്വലി നമ്മുടെ റെറ്റിനയുടെയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മറ്റ് പ്രയാസങ്ങളില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പ്രശ്നം നെർവിനാണ്, അങ്ങനെ ഒരു അസുഖമാണുള്ളത്. അതുകൊണ്ട് അത് കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അത് മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആശാലത വോട്ട് ചെയ്യാൻ പോകുന്നു. വോട്ട് ചെയ്ത് പോയി തിരിച്ചു വന്നിട്ട് എന്നോട് പറയുകയാണ്, ഇവർക്കൊക്കെ എന്താ ഇതിനുള്ള വിദ്യാഭ്യാസമില്ലേ, ഇതിനുള്ള പരിശീലനം കൊടുത്തിട്ടില്ലേ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അല്ല, അവിടെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ബ്രെയിലി ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് നിയമം. ബ്രെയിലി വേണം അവിടെ, അത് ഉപയോഗിക്കണം. അവർക്ക് കാര്യങ്ങൾ നോക്കി അല്ലാതെ മറ്റൊരാളുടെ സഹായത്തോടെ വോട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ബ്രെയിലി ഉണ്ടെങ്കിൽ അവർക്ക് അത് നോക്കി അതനുസരിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് ഒരുക്കിയിട്ടില്ല. അപ്പോൾ അതെന്തൊരു വലിയ വാർത്തയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. വലിയ വാർത്തയാണത്. അങ്ങനെ ഒരു സ്ഥലത്ത് അതുപോലുള്ള മറ്റിടങ്ങളിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്ത സ്ഥലങ്ങളുണ്ട്, ചെയ്യാത്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അതൊരു വാർത്തയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നേക്കാൾ എത്ര മികച്ച ജേർണലിസ്റ്റാണ് അവൾ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. സത്യത്തിൽ ആ കഴിവ് എനിക്കില്ല. ഞാൻ പറയുന്നത് അത്ര, നമ്മുടെ ലോകമെന്ന് പറയുന്നത് വളരെ പരിമിതമായ, വളരെ എല്ലാം സമാനമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഗതിയല്ല. പലതരം ലോകങ്ങളുണ്ട്. നമ്മളീ കാണുന്ന ലോകത്തിനകത്ത് തന്നെ പല ലോകങ്ങളുണ്ട്. ആ പല ലോകത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് എന്നെപ്പോലെ സമ്പൂർണ്ണമായ എന്ന് വെച്ചാൽ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ജീവിക്കാനുള്ള ഒരു ലോകം മാത്രമാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതല്ല
ഇത്തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള കഴിവുകളുള്ളവർക്ക് ജീവിക്കാനുള്ള വേറൊരു ലോകം കൂടിയുണ്ട്. അനേകം ലോകങ്ങളുണ്ട്. ആ ലോകത്തെ വാർത്തകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കാനും അത് കണ്ടെത്താനും കഴിയുന്ന ആൾ ആശാലതയാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ വിചാരിക്കുക, ഈ പ്രതിനിധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയയിൽ എത്ര കണ്ട് അതുണ്ട് എന്ന് ചിന്തിച്ചു പോവാം. ഒരു ഭിന്നശേഷിക്കാരിയായ ഒരാൾ ഒരു അവതാരകനായിട്ടോ നമ്മുടെ ചാനലുകളിലൊക്കെ വരുന്ന ഒരു സന്ദർഭം ഞാൻ സ്വപ്നം കാണുകയാണ് ഈ നിമിഷത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മറുപടി നടത്തുക. തീർച്ചയായും ഡോക്ടർ ഹബീബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഈ മാധ്യമങ്ങളെ കുറച്ച് ക്രിട്ടിക്കലായിട്ട് ഈ മേഖലയിൽ നിരീക്ഷിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഭാഷാ പ്രയോഗത്തിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ, ഇപ്പോൾ നമ്മൾ അന്തർബദിർ എന്നെല്ലാം മാറി നമ്മൾ ഭിന്നശേഷിക്കാർന്നും കാഴ്ചയ്ക്ക് വെല്ലുവിളികൾ നേരിടുന്നവർ ഇത്തരം ഈ രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ചില വായനകളിൽ എനിക്ക് മനസ്സിലായത് ഇത്തരത്തിൽ നിങ്ങൾ വാക്കുകൾ മാറ്റിയത് കൊണ്ട് കാര്യമില്ല, പകരം ഒരു സൊല്യൂഷനാണ് വേണ്ടത് എന്നുള്ള ഒരു വാദഗതി പൊതുവിലുണ്ടോ? എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഭിന്നശേഷി പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് ഭാഷ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 തരം ലാംഗ്വേജുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പേഴ്സൺ ഫസ്റ്റ് ലാംഗ്വേജും ഐഡൻറ്റിറ്റി ഫസ്റ്റ് ലാംഗ്വേജും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ വളരെ സൈദ്ധാന്തികമായി 2 അർത്ഥത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ബ്ലൈൻഡ് മാൻ എന്ന് പറയുകയാണ്, ഒരു കാഴ്ചയില്ലാത്ത വ്യക്തി എന്ന് മാത്രം. ഒരു കണ്ണ് കാണാത്ത പ്രൊഫസർ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴേ അവിടെ എനിക്ക് മറ്റു പ്രത്യേകതകളൊന്നുമില്ല. കണ്ണ് കാണാത്ത ഒരാൾ എന്ന നിലക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് എയ്തർ ഗ്ലോറിഫൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ നള്ളിഫൈഡ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ സാധാരണമായ കഴിവുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ വളരെ പരിമിതികളുള്ള ഒരാളായിരിക്കും. ആ അസ്തിത്വത്തിലേക്ക് എന്നെ ചുരുക്കുന്നു എന്നുള്ളതാണ്. ഡേവിഡ് ബോൾട്ട് എന്ന് പറഞ്ഞൊരു ചിന്തകൻ പറയുന്നത് നോമിനൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് നോർമേറ്റ് റിഡക്ഷനിസം. ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ ശരീരങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജൈവിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരെ ചുരുക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പദങ്ങൾ മാറ്റിയതുകൊണ്ട് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പോൾ ബ്ലൈൻഡ് എന്നുള്ളതിന് പകരം ബ്ലൈൻഡ് എന്നുള്ളത് നമ്മളെ കാലാകാലങ്ങളായി വിവക്ഷിച്ചു പോരുന്ന ഒരു പദമാണ്. അതിലൊരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻകാർട്ട പോലുള്ളൊരു വലിയ ഭാഷാ നിഘണ്ടു എടുത്തു നോക്കിയാൽ ബ്ലൈൻഡ് എന്ന വാക്കിന് 16 അർത്ഥങ്ങളുള്ളതിൽ 1 മാത്രമാണ് കാഴ്ച പരിമിതൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ബാക്കിയൊക്കെ വളരെ പ്രതീകാത്മകമായ അർത്ഥങ്ങൾ മാത്രമാണ്. പക്ഷേ ഞങ്ങൾ പാരമ്പര്യമായി ഒരു അസ്തിത്വം എന്ന നിലക്ക് ബ്ലൈൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കേവലം ബ്ലൈൻഡ് എന്ന പദം മാറ്റിയിട്ട് ഞങ്ങളെ വിഷ്വലി ഇമ്പേർഡെന്നോ കാഴ്ച പരിമിതനെന്നോ വിചാരിക്കുന്നതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടോ എന്നറിയില്ല. എന്നാൽ അതോടൊപ്പം തന്നെ കണ്ണുപൊട്ടെന്നോ കുരുടെന്നോ വിളിക്കുന്നത് ഭാഷാപരമായും സാമൂഹികമായും ഒരു സാധ്യതയില്ലാത്ത പദങ്ങളായതുകൊണ്ട് അത് നിർബന്ധമായിട്ട് മാറ്റണം. ഇപ്പം ഈ ഐഡൻറ്റിറ്റി ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഒരു ഗുണം ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ ഡൈനാമിക്സ് വരുന്നു. പക്ഷേ പേഴ്സൺ ഫസ്റ്റ് ലാംഗ്വേജ് ആകുമ്പോൾ ഹബീബ്സ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ പേഴ്സണിനാണ് പലപ്പോഴും പ്രാധാന്യം കിട്ടുന്നത്. ഞാൻ ഇതിൻ്റെ ഭാഗമായി ഒരൊറ്റ അനുഭവം പറഞ്ഞ് നിർത്തും, തുടർന്ന് പിന്നീട് ഇടപെടാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഞാനും എൻ്റെ സഹോദരൻ ട്വിൻസാണ്. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് മാതൃഭൂമിയിലൊരു ഫീച്ചർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം നല്ല ഗ്രാഹിയുള്ള നമ്മളെ കൂടെ പഠിച്ചൊരാൾ പിന്നെ മാതൃഭൂമിൻ്റെ ഒരു ജില്ലാ എഡിറ്ററൊക്കെ ആയിട്ട് വന്നപ്പോൾ നല്ലൊരു ഫീച്ചറൊക്കെ ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിന് ടൈറ്റിൽ കൊടുക്കുമ്പോൾ ദയവായിട്ട് ഇൻസ്പിരേഷൻ പോണുകളാക്കിയിട്ട് മാറ്റരുതെന്ന്. ഈ സ്റ്റെല്ല യങ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ മീഡിയ ക്രിട്ടിക്ക് ഐ ആം നോട്ട് യുവർ ഇൻസ്പിരേഷൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു ടെഡ് ടോക്ക് ഉണ്ട്. അതിൽ അവർ പറയുന്നുണ്ട് ഈ ഭിന്നശേഷിക്കാരെ ലോകത്തിലെല്ലാ ഭിന്നശേഷിക്കാരും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റുന്ന എന്ത് ഭിന്നശേഷിക്കാരെ പറഞ്ഞാലും ഒരു ഇൻസ്പിരേഷനായിട്ട് കാണുന്ന ഒരു സാധനമുണ്ട്, ഇൻസ്പിരേഷൻ പോണുകൾ. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ കുറിച്ച് പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചമാണ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു അദ്ദേഹം നല്ല ടൈറ്റിൽ കൊടുത്തു, ദൃഢനിശ്ചയം വേണ്ട, ഇരുട്ടും വേണ്ട, വെളിച്ചവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ പിന്നെ ആർട്ടിക്കിള് മാതൃഭൂമിയുടെ ആയിട്ടാണ് തോന്നുന്നു, എനിക്ക് അത് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ആയിട്ട്, അതിൻ്റെ
സ്റ്റേറ്റ് ലെവലിൽ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ഇരുട്ടിനെ വെളിച്ചമാക്കിയ ദൃഢനിശ്ചയം കൊണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ പറഞ്ഞ എഗ്രിമെൻ്റ് തെറ്റിയല്ലോ, ഇതെന്താണ് ഇങ്ങനെ മാറിയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യുന്ന ഹെഡ് ഓഫീസിൽ നിന്നാണ്. അവർ പറഞ്ഞു ഇതിങ്ങനെ കൊടുത്താൽ മാത്രമേ ശ്രദ്ധ കിട്ടുള്ളൂ, ആളുകൾക്കൊരു കണ്ടീഷൻഡ് മെൻറ്റാലിറ്റി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഇത് പരിഗണിക്കില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചില സ്റ്റീരിയോ ടൈപ്ഡ് ഒന്നുകിൽ ഇൻസ്പിരേഷൻ പോണുകളാവുക, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഏതെങ്കിലും ഒരു നായയെ ചങ്ങലയിൽ കെട്ടി വലിച്ചാൽ കണ്ണില്ലാത്ത ക്രൂരതയായി. ആളുകൾ വിചാരിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ കണ്ണ് കാണാത്തവർക്കേ പറ്റൂന്നാ. മാത്രമല്ല, എന്തെങ്കിലും ഒരു ചർച്ച മാധ്യമത്തിൽ പറയുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ഏത് കണ്ണോട്ടനും മനസ്സിലാവുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത്രയൊക്കെ കണ്ണ് കാണാത്തവർക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെ ചില പരിപ്രേക്ഷ്യങ്ങളാണ് നമ്മുടെ പ്രതിനിധാനത്തെ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും വാക്കുകൾ മാറേണ്ടതുണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല. പണ്ട് അമേരിക്കയിൽ നിന്ന് കാഴ്ചയില്ലാത്തവർക്ക് വായിക്കാൻ കൊടുത്തിരുന്ന ബ്രെയിൽ മാഗസീനെ പുസ്തകം പൊതിയാൻ ആളുകൾ ഉപയോഗിക്കുക കണ്ണൊട്ടി ചട്ടാന്നായിരുന്നു. ഇപ്പം അങ്ങനെ വിളിക്കാൻ പറ്റില്ല. പക്ഷേ വെറും വാക്കുകൾ മാറ്റിയതുകൊണ്ട് മാത്രം പോളിസി ലെവലിലോ തിരഞ്ഞെടുപ്പ് നടത്തുന്ന, അതായത് ഡിസിഷൻ മേക്കിംഗ് ബോഡികളിലെ പ്രാതിനിധ്യമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി പാറ്റർനൈസിംഗ് ആയിട്ട് സംസാരിക്കുന്ന അത്തരം മാധ്യമ പ്രതിനിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മാറ്റണം എന്നാണ് പറയാനുള്ളത്. നന്ദി. നമ്മുടെ ചർച്ചയുടെ ശരിക്കുള്ള കോർ പോയിന്റിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തി. അപ്പോൾ ഞാൻ തുടർന്ന് നമ്മൾ നേരത്തെ സ്റ്റെല്ല എങ്ങനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യം സവാദുക്കനോടാണ് ചോദിക്കുന്നത്. ഈ ഒബ്ജക്ടിഫൈങ് ഡിസേബിൾഡ് പീപ്പിൾ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അൺഡിസേബിൾഡ് പീപ്പിൾ, അത് സ്റ്റെല്ല യങ്ങിൻ്റെ നേരത്തെ പറഞ്ഞ ഈ ടോക്കിൽ തന്നെ അവർ പറയുന്നൊരു സാധനമാണ്. ശരിക്ക് എന്താണ് ഇതിന്, താങ്കളൊരു എഡിറ്ററും കൂടിയാണല്ലോ, എങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ പൊതുവിൽ വായനക്കാർക്ക് നേരത്തെ ഈ ഭാഷയിൽ എത്തിയാലേ ആ വാർത്തയെ സ്വീകരിക്കൂ എന്നുള്ള നില ഉണ്ടോ, അതോ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ ന്യൂസ് റൂമുകളിൽ? മൊത്തത്തിൽ ഭാഷ തന്നെ കൈകാര്യം ചെയ്തു പോരുന്നത് മേലാളർ കൈകാര്യം ചെയ്തു വന്നിട്ട് അവരുണ്ടാക്കി വെച്ച കുറേ പ്രയോഗങ്ങൾ, അതുമായിട്ടാണ് ഭാഷ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എത്രമാത്രം ഈ പഴഞ്ചൊല്ലുകളും നമ്മളുടെ പ്രയോഗങ്ങളൊക്കെ എത്രമാത്രം സ്ത്രീവിരുദ്ധവും കീഴാള വിരുദ്ധവുമാണോ അതിൻ്റെ 100 ഇരട്ടി ഡിസേബിൾഡ് ആളുകൾക്ക് എതിരായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അവരെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന മാതിരി ഒരു അന്യരാക്കി നിർത്തുന്നത് അത് നേരത്തെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സംഭവം. അത് തന്നെയാണ് ആഘോഷമായിട്ട് കൊണ്ടുവരുന്നത്, ആഘോഷമായ തലക്കെട്ടുകളായിട്ടും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊരു ബോധപൂർവമായിട്ടുള്ള ഒരു മാറ്റം തന്നെ വേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ പ്രമോദ് സാർ പറയുന്ന സമയത്ത് ഞാൻ ആലോചിച്ച ആ കണ്ണ് ദാനം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ച ആ വ്യക്തിയെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യാൻ നമ്മളുടെ ഏതെങ്കിലും ഒരു ലേഖകനെ ഏൽപ്പിച്ചാൽ അയാളപ്പോൾ വിധിയുടെ പരിമിതിയെ മറികടന്നിട്ടെന്ന്. അപ്പോൾ ശരിക്കും ആ വിധി സത്യത്തിൽ ആ ജേർണലിസ്റ്റിനാണ് വിധി, അവരുടെ മുൻവിധിയാണ്. അവരുടെ ആ മുൻവിധിയുടെ പരിമിതിയിൽ നിന്ന് അവർ മറികടക്കുന്നില്ല. അത് മറികടക്കാത്തിടത്തോളം കാലം ഈ ഫോണുകൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു തന്നെ കൊണ്ടിരിക്കും. അത് വളരെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള മാധ്യമപ്രവർത്തനം എന്നല്ല പറയുന്നത്, മനുഷ്യവിരുദ്ധതയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഞാൻ റഷീദ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ കോഴിക്കോട് ഇറങ്ങിയുള്ള പത്രങ്ങളുടെ വാർത്ത പോലും നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ചായ്വുണ്ട്. നേരത്തെ പറഞ്ഞ അത്ര ഭീകരമല്ലെങ്കിൽ പോലും അതിനെല്ലാം ഒരു നേരത്തെ പറഞ്ഞ ഒരു ദയ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പരിഗണന കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷ അതിൽ വന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ ഇവിടെ പ്രദർശിപ്പിച്ച ഏതാനും ചില വാർത്തകൾ നോർത്തുമ്പോൾ ചില വാർത്തകൾക്ക് അത് ഇല്ലാതെ എഴുതാൻ സാധിക്കുന്നുണ്ട്. അതൊരു ബോധപൂർവമായ ശ്രമം നടക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇതല്ലാതെ ഈ ചില പദങ്ങൾ അറിയാണ്ട് കയറി വരും, ഡീഫോൾട്ടായിട്ട് നമ്മൾ എഴുതി തുടങ്ങുന്ന, നേരത്തെ പറഞ്ഞില്ലേ ഇരുട്ട്, ഇത്തരം പരിമിതികൾ എഴുതുമ്പോൾ ഇതിനോട് ഉപമിക്കാതെ എഴുതാൻ സാധിക്കുന്നതല്ലേ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച സംഘാടകരോട് നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലയുടെ മാത്രം പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ 2000-ലാണ് ഞാൻ ദേശാഭിമാനിയിൽ സ്റ്റാഫാവുന്നത്, അതിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ ചേരുന്നത്. അതിന് മുമ്പ് ഞാനൊരു 6 വർഷം ഡിസബിലിറ്റി മേഖലയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയായിരിക്കും KV റാബിയയും ഞാനും കൂടെ ചേർന്നായിരുന്നു അന്ന് വേങ്ങര മേഖലയിൽ സ്പെഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചത്. അക്കാലത്ത് ഇവിടെ പ്രമോദ് പറഞ്ഞതുപോലെ അക്കാലത്ത് നമ്മൾ വിളിച്ചിരുന്നത്
ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആയ ആളുകൾ അന്ന് ആദ്യം വിളിച്ചിരുന്നത് മന്ദബുദ്ധികൾ എന്നാണ്. പിന്നീട് അത് ബുദ്ധിമാന്ദ്യം സംഭവിച്ചർ എന്നായി മാറി. ഡെഫ് ആൻഡ് ഡംബ് എന്ന് വിളിച്ചത്, അതായത് ബധിര മൂകരെന്നായിരുന്നു വിളിച്ചിരുന്നത് ആദ്യം. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ സർക്കാർ ബധിര വിദ്യാലയത്തിൻ്റെ ബോർഡ് ഇപ്പോഴും ബധിര വിദ്യാലയം എന്നാണ്. മങ്കടയിൽ നിങ്ങൾക്ക് പോയാൽ കാണാം, മങ്കട അന്ധവിദ്യാലയം എന്നാണ് സ്കൂളിൻ്റെ ബോർഡ്. ഗവൺമെൻറ് ടെർമിനോളജിയിൽ വരുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. ഇവിടെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഭാഷാപരമായ ശരിക്കും ഒരു സാക്ഷരതയുടെ പ്രശ്നമുണ്ട്. നമുക്ക് തലക്കെട്ടിടുമ്പം ഒന്ന് നമ്മൾ ആളുകളെ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഡെസ്കിൽ വേണ്ടത്ര പരിശീലനം ഇല്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, നമുക്കറിയാം ഒരു കേസിൽപ്പെട്ട കുട്ടികളുടെ പേര് കൊടുക്കാൻ പാടില്ല, നമ്മൾ ഇരയാണെന്നാണ് പെടുക്കുക. സോളാർ കേസിലെ അതിൽ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേര് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളിപ്പോഴും ആളുടെ പേര് കൊടുക്കുന്നില്ല. ചില ആളുകൾ പേര് കൊടുക്കും, ചില ആളുകൾ പേര് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ഭാഷ എങ്ങനെ പ്രയോഗിക്കണം, അല്ലെങ്കിൽ നിയമപരമായി ഏത് വേർഡ് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു അറിവ്, വേണ്ടത്ര ഒരു പരിശീലനം നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ള ഒരു തുടർ പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട്. അത് പ്രത്യേകിച്ചും ഈ മേഖലയിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഡെസ്കിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫീച്ചറുകൾ എഴുതുമ്പം അതിനങ്ങ് കറക്കിക്കുത്തി ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് അത്ര പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ അതിൽ പാലും തേനൊക്കെ ഒലിപ്പിച്ച് അതിന് വേറെ ലെവലിൽ എഴുതുന്നതും ആ രീതിയിലുള്ള തലക്കെട്ടുകളാണ് ഏറ്റവും മഹത്തരമെന്ന് ഡെസ്കിലുള്ളവരും കരുതുന്നുണ്ട്, റിപ്പോർട്ടർമാരും കരുതുന്നുണ്ട്. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരുന്ന് വായിക്കുന്നതാണ് വളരെ മധുരമുള്ളതെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. നേരെ മറിച്ച് ഡയറക്റ്റ് കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു ഇത് അതിനകത്ത് വരുന്നില്ല. വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഇവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഡിസബിലിറ്റി എന്ന വാക്ക്, ആ വാക്കിനൊരു മലയാളം ഇല്ല. യഥാർത്ഥത്തിൽ ഡിസബിലിറ്റി എന്നുള്ള വാക്കിന് മലയാളം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പരിമിതർ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ PWD ആക്ട് എന്നാണ് ഇപ്പോഴും പറയാം, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഗവൺമെൻറ്റിൻ്റെ എല്ലാ രേഖകളിലകത്തും വരുന്നത് ഡിസബിലിറ്റി എന്നാണ്. പക്ഷേ നമുക്ക് മലയാളത്തിൽ ഇന്ന് വരെ ഡിസബിലിറ്റിക്ക് വളരെ ഉചിതമായ ഒരു മലയാളത്തിലുള്ള പരിഭാഷ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരെ വിശേഷിപ്പ് ദിവ്യാംഗജൻ എന്നാണ്, അതായത് ദിവ്യത്വമുള്ള ആൾ എന്നാണ്. അങ്ങനെയാണോ നമ്മൾ ഇത്തരം ആളുകൾ ഇവരെന്തോ ഒരു ദിവ്യത്വമുള്ള ആളാണെന്ന് പറയുമ്പോൾ ഇവരെ ദൈവിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവാണ്. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പം ഗൾഫ് നാടുകളിലൊക്കെ ഈ ഡിസബിലിറ്റി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ പേഴ്സൺ വിത്ത് ഡിറ്റർമിനേഷൻ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത് ഗൾഫ് നാടുകളിൽ. അപ്പം ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഡിസബിലിറ്റി എന്ന്, അമേരിക്കയിലടക്കം ഡിസബിലിറ്റി എന്നാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് രേഖകളിലും ഒക്കെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മളെ മലയാളത്തിലേക്ക് വരുമ്പം നമുക്ക് ഡിസബിലിറ്റിക്ക് നല്ല ഒരു പരിഭാഷ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ വേണ്ടത് നമുക്ക് പത്രങ്ങളിൽ ഒരു പ്രത്യേകത, നമുക്ക് ശൈലിയുണ്ട്. ഇപ്പം മാധ്യമം പത്രത്തിൽ അല്ലെങ്കിൽ മനോരമയിൽ പോലീസ് എന്ന് എഴുതുന്ന പോലെ ആയിരിക്കില്ല. ദേശാഭിമാനിയിൽ പോലീസ് എന്നാണ് എഴുതുക, ദീർഘമില്ല. മറ്റേതിൽ പോലീസ് എന്നാവും എഴുതുക. ഇത് ഓരോ പത്രത്തിൻ്റെയും ഓരോ ശൈല. ചില പത്രങ്ങളിൽ റംസാൻ എന്ന് എഴുതും, ചില പത്രങ്ങൾ റമദാൻ എന്ന് എഴുതും. ദേശാഭിമാനി റംസാൻ എന്നാണ് കൊടുക്കുക, മറ്റ് പത്രങ്ങൾ റമദാൻ എന്ന് എഴുതും. അപ്പം ഇത് ഓരോ പത്രത്തിനും ശൈലിയുണ്ട്. അപ്പം നമ്മുടെ ശൈലി പുസ്തകത്തിനകത്തേക്ക് കൃത്യമായി ഈ ഒരു വിഭാഗം ആളുകളെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള ആ ഒരു ഇതും കൂടെ നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് ഇൻറ്റേർണലായിട്ടുള്ള ഒരു മാറ്റം വരണം. വേറൊന്ന്, നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ആ ഒരു അവബോധത്തിൻ്റെ ഒരു പരിമിതി, അത് ആ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ളത് കൊണ്ട് അത് ആ മേഖലയിലും കുറേയൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മൾ ഈ വാർത്തകൾ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഇതൊരു ബന്ധപ്പെട്ടൊരു അഡ്വക്കസി ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രയോഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾ ചോദിക്കേണ്ടതല്ലേ? പലപ്പോഴും നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കീഴ്വഴക്കപ്രകാരം നമുക്ക് കിട്ടുന്ന ഒരു ഭാഷ നമ്മൾ ഉപയോഗിക്കുന്ന പകരം ഒരു കൺസൾട്ടിങ് ശരിക്കും എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് നിലവിലുണ്ടോ? ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഒരുപാട് പത്രങ്ങളിൽ അടിക്കടി വരുന്നതിനെതിരെ തുല്യതാ പ്രസ്ഥാനം, ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീവാദികൾ ഒക്കെ ചേർന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പല ഉപയോഗിക്കുന്ന മോശം പ്രയോഗങ്ങൾ അത് എങ്ങനെ മാറ്റണം എന്നുള്ളത് അവർ വലിയൊരു പട്ടിക തയ്യാറാക്കുകയും
പത്രങ്ങളുടെ എഡിറ്റർമാർക്കും ജേർണലിസ്റ്റുകൾക്കും കൈമാറുകയും ചെയ്തിരുന്നു. അത് കുറേയൊക്കെ അത് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പല പത്രങ്ങളും ആദ്യം തുടങ്ങിയ ദേശാഭിമാനിയാണ് തോന്നുന്നു, സ്ത്രീയുടെ മരണവാർത്ത എഴുതുന്ന സമയത്ത് അവർക്ക് ഒരു വ്യക്തിത്വമുണ്ട്. അത് കാരണം അവരുടെ പേര് വെച്ചിട്ടാണ്. സാധാരണ മുൻപ് വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന രീതി ഇന്നയാളുടെ ഭാര്യ എന്നുള്ളതിന് പകരം അവരുടെ പേര് ആദ്യം കൊടുക്കുന്ന രീതിയും പിന്നീട് പല പ്രയോഗങ്ങൾ ഒഴിവാക്കുന്ന ഒരു രീതിയും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ശ്രമം അത് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാവേണ്ട മാധ്യമ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ചെയ്യേണ്ടത്. മാധ്യമങ്ങൾ മാറ്റങ്ങളുടെ ഏജൻറ്റുമാരെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ മുൻകിട്ടിറങ്ങി അത് അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കാനും ഇതേപോലെ സ്റ്റൈൽ ബുക്കുകളിൽ അത് കൃത്യമായി ഉൾപ്പെടുത്താനും അത് പ്രയോഗിക്കുന്നത് ഉറപ്പുവരുത്താനും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ ഈ മാറ്റത്തിന് സാധിക്കുമെന്ന് തോന്നുന്നു. അടുത്തത് ഞാൻ സാദിഖ് സാറിനോടാണ്. ദൃശ്യമാധ്യമങ്ങളിലും പൊതുവിൽ ഫ്രെയിമിങ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം ഒരു ആളെക്കുറിച്ചുള്ള വാർത്ത ചെയ്യുമ്പോൾ നമ്മൾ ചില സ്ഥിരം ഫ്രെയിമുകൾ ഉണ്ടായി, നമ്മൾ ആംഗിളുകളൊക്കെ ആ രീതിക്ക് മാറുന്നു, അല്ലെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൊരു ദുഃഖം കലറുന്നു. അതായത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ അതിലെങ്ങനെയാണ് താങ്കളൊരു വിമർശനം കൂടി അതിലുണ്ടായത് നന്നായിരുന്നു. ഇതിൽ ഇപ്പോൾ ഈ ഡിസബിലിറ്റി ഫെസ്റ്റ് നമ്മളെ സ്റ്റുഡൻസും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെ ഇത് കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. അവർ പറയാം എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് ഈ ഡിസബിലിറ്റി ഫെസ്റ്റിനെ കുറിച്ച് വന്ന വാർത്തകൾ തന്നെ ശ്രദ്ധിച്ചാൽ അതിൽ പലരും നേരത്തെ പറഞ്ഞ പോലെ ഈ വിമർശന അവബോധങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നേരത്തെ പറഞ്ഞ ഈ ഒന്നുമില്ലെങ്കിൽ ഒരു എക്സസിൻ്റെ അധികം അല്ലെങ്കിൽ ഒരു അഭാവത്തിൻ്റെ അധികം ഇതിൽ നിന്നിട്ടാണ് ഇതിൻ്റെ വിഷ്വലൈസേഷനും ഇതിൻ്റെ ഒരു നരേറ്റീവ് സ്ട്രക്ചറും മുഴുവൻ വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഈ വാർത്തകളൊന്നും വായിക്കണ്ട, നിങ്ങളിപ്പോൾ ഇതാണ് ഇവരുടെ കൺസേൺ. ഇപ്പോൾ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവർ പത്രപ്രവർത്തകർക്കുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. നല്ല ഒരു അറ്റംപ്റ്റാണ്. ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫെസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ അത് വായിച്ച് അത് നോക്കി നിങ്ങൾ പോയിട്ട് ഒരുപക്ഷെ വേറൊരു ക്രാഫ്റ്റ് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇത് കവർ ചെയ്യാൻ വന്ന സ്റ്റുഡൻസിന് നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക്. ഒരുപക്ഷെ അത് ചെക്ക് ചെയ്യാൻ പോലും വെക്കുമ്പോൾ വീണ്ടും നമ്മളുടെ തന്നെ പഴയ ബോധം ഇടിച്ചു വരും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പം ഡിസബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു വാക്ക് മാത്രമല്ല, അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രയോഗം കൂടിയാണ്. വളരെ ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു പ്രയോഗം കൂടിയാണ്. ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഗതിയല്ല ഡിസബിലിറ്റി സ്റ്റഡീസിൻ്റെ ഡിസബിലിറ്റി മൂവ്മെൻറ്റും ഡിസബിലിറ്റി സ്റ്റഡീസും ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള നിർമ്മിതിയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അത് ഡിസേബിൾഡ് വ്യക്തികളെക്കുറിച്ച് എന്നതിനേക്കാൾ ഉപരി അത് ഈ നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ഒരു സ്പേഷ്യൽ കൺസെപ്ഷ്യൽ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഡിസബിലിറ്റി മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡിസബിലിറ്റി സ്റ്റഡീസ് പോലുള്ള പുതിയ വൈജ്ഞാനികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ചോദ്യം ഇതിനോടാണ്. വളരെ വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവർ പറയുന്ന അതല്ലെങ്കിൽ ഡിസബിലിറ്റി സ്റ്റഡീസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം, നിങ്ങൾ ഈ പറഞ്ഞ ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചോ അതിൽ വേണ്ട ദയാവായ്പനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ അധികത്തിനെക്കുറിച്ചോ സംസാരിക്കാതെ സോഷ്യൽ സ്പേസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതെങ്ങനെയാണ് ഒരു പൗരൻ എന്ന നിലക്കുള്ള ഡിസേബിൾഡ് ഇൻഡിവിജ്വലിൻ്റെ ഡിഗ്നിറ്റിയെ അവകാശങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ രാഷ്ട്രീയ ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു സ്പേഷ്യൽ ആക്സസിബിലിറ്റിയെക്കുറിച്ചൊക്കെ നമുക്ക് പോളിസി ഉണ്ട്. നമ്മുടെ ഒരു സോഷ്യൽ കൺസെപ്ഷൻ ലെവലിലുള്ള ആക്സസിബിലിറ്റി അത് നേരത്തെ സവാദ് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകർ ഒരർത്ഥത്തിൽ വിമർശനാത്മകമായിട്ട് ആലോചിക്കുകയും അങ്ങനെ ആ ഒരു രാഷ്ട്രീയത്തിന് ഉൾക്കൊള്ളുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ്. ഇത് പരിഗണിക്കണം എന്ന് പറയുമ്പോൾ പോലും വീണ്ടും പലപ്പോഴും ഈ പഴയ ടെംപ്ലേറ്റുകൾ നമ്മുടെ മുമ്പിൽ വന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷത്തിനുള്ളിൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള പോളിസികൾ, നയങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ വരുമ്പോൾ പോലും ഈ ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ, അവരുടെ രാഷ്ട്രീയ ചോദ്യങ്ങളെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തലത്തിലല്ല, അവരുന്നയിക്കുന്ന ഈ പൗരത്വത്തിൻ്റെ ചോദ്യങ്ങളെ, എങ്ങനെയാണ് ഒരു പൗരൻ എന്ന നിലക്കുള്ള അവകാശങ്ങളെ, ഡിഗ്നിറ്റിയെ നമ്മുടെ സോഷ്യൽ സ്പേസും നമ്മുടെ പൊളിറ്റിക്കൽ സ്പേസും ഒബ്വിയസ്ലി നമ്മുടെ ആർക്കിടെക്ചറൽ സ്പേസും ഒക്കെ ബാധിക്കുന്നത് എന്ന ചോദ്യത്തിന് അതെത്രത്തോളം നമ്മുടെ പൗരസമൂഹവും മാധ്യമങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ മർമ്മപ്രധാനമായ പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിൽ വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ വാർത്തയാണ് ഈ എയ്ഡഡ് കോളേജുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത. ഈ വാർത്ത കൊടുക്കുമ്പോൾ എയ്ഡഡ് കോളേജുകളിലെ നിയമനം കുരുക്കിൽ എന്നാണ് മിക്കവാറും പല പത്രങ്ങളും ഫസ്റ്റ് പേജിൽ നിൽക്കുന്നത്. ഇത് കുരുക്കിലായത് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡിസേബിൾഡ് മൂവ്മെൻറ്റുകൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ നേടിയെടുത്തിട്ടുള്ള അവരുടെ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും വോയിസുകളുടെയും ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ സംവരണ നിയമവും അതിനെ തുടർന്ന് ആ സംവരണത്തിൽ നടന്ന അട്ടിമറികൾക്കെതിരെ നടന്നിട്ടുള്ളൊരു നീക്കമാണ്. പക്ഷേ ഇന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഒരു മീഡിയ ഡിബേറ്റിനകത്തോ മീഡിയേൻ്റെ ഒരു സ്പേസിനകത്തോ ഒരുപക്ഷെ ഈ ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയെ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ പോലും ഈ രാഷ്ട്രീയ ചോദ്യത്തിൻ്റെ വളരെ അധാർമികമായിട്ടുള്ളൊരു വശത്തിനെ സൂചിപ്പിക്കുന്നത് ആരാണ്? അത്തരമൊരു സംവാദം ഉണ്ടായി വരുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഈ ഡിസബിലിറ്റി എന്നുള്ളതിനെ ഡിസബിലിറ്റി മൂവ്മെൻറ്റുകളും ഡിസബിലിറ്റി സ്റ്റഡീസിലും വളരെ നിരന്തരമായിട്ട് പറയുന്ന പോലെ അതിനൊരു മെഡിക്കൽ കണ്ടീഷൻ അപ്പുറത്ത് നിന്നുകൊണ്ട് അതൊരു രാഷ്ട്രീയ ചോദ്യമാണെന്നും അത് സാമൂഹികമായിട്ട് ഒരു പൗരാവകാശത്തിൻ്റെ പ്രശ്നമാണെന്നും എന്നുള്ളൊരു തിരിച്ചറിവ് മാധ്യമങ്ങൾ കൂടി നേടിയെടുക്കുക. അപ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ ഒരുപക്ഷെ അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഡിസബിലിറ്റി ഫെസ്റ്റിന് ഇറക്കിയിട്ടുള്ള പത്രങ്ങൾക്കുള്ള മാർഗരേഖ എന്ന് പറയുന്നത്. ഈ ഒരു ഇനീഷ്യേറ്റീവ്, ഈ ഒരു ബോധ്യം ഉണ്ടാവണം. ഈ ആക്സസിബിലിറ്റിയുടെ ആ ഒരു ചോദ്യത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പരിഗണിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പൗരാവകാശം എന്ന നിലക്കുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പുനഃക്രമീകരണത്തിൻ്റെ തന്നെ ഒരു പ്രശ്നം എന്ന നിലക്കുള്ള ഒരു സംഗതിയായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ അണ്ടർസ്റ്റാൻഡിങ് മാധ്യമങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ടും തോന്നുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. അടുത്തതായി മാരിയത്തിന് നമ്മളോട് പറയാനുള്ള, എനിക്ക് തോന്നുന്നു മാരിയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരാളാണ്. ഈ മാധ്യമ പ്രവർത്തനം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിന് വേണ്ടി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു 4% കോണ്ടന്റെങ്കിലും ലോകത്തിൽ ഇറങ്ങുന്നതിൽ അത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള കോണ്ടന്റുകൾ വരുന്നുണ്ട്. എത്രത്തോളം മോശമായ പ്രവണതകളുണ്ട്? എന്തെങ്കിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് വിമർശിക്കണമെന്ന് തോന്നിയതുണ്ടോ, അല്ലെങ്കിൽ മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ സോഷ്യൽ മീഡിയയിൽ? ഏതായാലും ഈ ഒരു വേദിയിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്നെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയനെ കുറിച്ച് ആദ്യം പിന്നെ പറയാം. ആദ്യം പറയാനുള്ളത്, ഞാൻ എന്നൊരു വ്യക്തിയെ, ഞാൻ എൻ്റെ ഒരു കഴിവിനേക്കാളപ്പുറം ഞാൻ എന്നൊരു വ്യക്തിയെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത് പത്രമാധ്യമങ്ങളാണ്. വർഷങ്ങളോളം നടക്കാൻ കഴിയാതെ വീട്ടിനുള്ളിൽ മാത്രം ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ കഴിവുകളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മീഡിയകളിൽ വന്നിട്ടുള്ളത്, പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓരോ പത്രങ്ങളിലും വന്ന്, ഓരോ ചാനലുകളിലും വന്ന്, അതൊക്കെ വന്നതും ഈ ഒരു എൻ്റെ എഴുത്തിനെയും അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് എന്നെക്കുറിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായതിൽ. അങ്ങനെയാണ് ഞാൻ ഒരു പുസ്തകം എഴുതുന്നതും ആ പുസ്തകത്തിൽ കൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങാൻ എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുള്ളത് കുറേ മീഡിയകൾ തന്നെയാണ്. ആ മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ കൂടുതൽ നമ്മൾ വല്ലാതെ ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ സൂപ്പർ വുമൺ ആയിട്ട് നമ്മളെ ഫലിപ്പിക്കാറുണ്ട്. ഒരു പക്ഷേ ഞാൻ എൻ്റെ വര അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്, ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നും പറയാം. വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടല്ല ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള കഴിവ്.
ഞാൻ പരമാവധി എൻ്റെ പരിമിതിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വരയ്ക്കാനും എഴുതാനും തുടങ്ങിയിട്ടുള്ളത്. ആ എഴുത്തിനെയും വരയെയും അവന് എടുത്ത് പറയുമ്പം അതുകൂടി പറയുന്നത് എൻ്റെ ഈ വൈകല്യം വെച്ചുകൊണ്ടായിരുന്നു പല മീഡിയകളും പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെനിക്കൊരുപാട് പോസിറ്റീവായിട്ട് ഞാൻ എടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എൻ്റെ പുതിയ മാറ്റങ്ങളെ കണ്ടെത്തി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും നമ്മൾ എന്നെ ഒരു അടയാളപ്പെടുത്തുമ്പോൾ ഒന്നുകിൽ എൻ്റെ വീൽ ചെയർ ഉണ്ടാവും, അതല്ലെങ്കിൽ എൻ്റെ വൈകല്യത്തിൻ്റെ ഒരു പേരുണ്ടാവും. മാര്യത്ത് എന്ന പേരിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും മീഡിയകളിൽ പല കാര്യങ്ങളായാലും ഒരു നമ്മളുടെ കഴിവ് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയാണ് എന്ന് എങ്ങനെയോ ബോധ്യപ്പെടുത്താൻ സമൂഹത്തിനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അല്ലാത്ത പല ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ആയിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട പരിഗണന എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള പല പ്രശ്നങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാരിക്ക് അത് കഴിഞ്ഞിട്ടാണ് മാരിക്ക് അത് ചെയ്തത് കൊണ്ടാണ് മാരിന് ആ രീതിയിൽ, അല്ലെങ്കിൽ മാരി അങ്ങനെ ഇരിക്കുന്നത്, മാരി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെ പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം ഇവർക്കുണ്ടാകുമ്പം നമ്മളെ പരിഗണിക്കേണ്ടത് നമ്മളുടെ കഴിവൊക്കെ ആണെങ്കിലും അതിലൊക്കെ അപ്പുറം നമുക്ക് കിട്ടേണ്ട മറ്റുള്ള വ്യക്തികളെ പോലെയുള്ള അന്തസ്സും അഭിമാനവും സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്. ആ ഒരു പരിഗണനയാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു പരിഗണന വെച്ചുകൊണ്ടല്ല പല ന്യൂസുകളും പല വാർത്തകളും പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സവിശേഷയുടെ പരിപാടിക്ക് ഞാൻ തിരുവനന്തപുരത്ത് വരെ പോയി. ഓരോ പരിപാടിക്കും നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോഴും നമ്മൾ പോകുമ്പോഴും നമ്മൾ കാണുന്നത്, നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളെപ്പോലത്തെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കാണാനും കേൾക്കാനും നമ്മളെപ്പോലത്തെ ആളുകളല്ല വേണ്ടത്. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നമുക്കൊന്ന് ഇറങ്ങണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇൻക്ലൂഷൻ നമ്മൾ ഒരുപാട് നമ്മളെ ഉൾക്കൊള്ളിക്കുന്ന ഒരുപാട് പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇത് കാണാൻ ഇവിടെ KLF വന്ന എത്ര ആളുകൾ KDF വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും കൂടി പറയുന്നതും ചിന്തിക്കുന്നതും അത് ഇങ്ങനെ വയ്യാത്ത ആളുകളുടെയാണ്, പറ്റാത്ത ആളുകൾ. കാരണം അതിന് താല്പര്യമില്ല, അത് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഈ പരിപാടിയിൽ വരുന്നുണ്ടാവുള്ളൂ. അല്ലാതെ അത് വേറൊരു വിഭാഗമാക്കി മാത്രം മാറ്റിവെച്ചതിനും മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ആ മീഡിയയിൽ ഇപ്പം നേരത്തെ സാർ എന്നോട് ചോദിച്ചതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പോൾ ഈ വൈകല്യത്തിൻ്റെ പേരിൽ ഞാൻ എഴുതുന്നതാണെങ്കിലും വരയ്ക്കുന്നതാണെങ്കിലും അതിനാദ്യം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരാൾ വരയ്ക്കുന്നത് ആളായിട്ടാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ വെറുതെ ഒരു കുത്തിവര വരച്ച് വിട്ടാലും അത് സൂപ്പർ നന്നായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളപ്പുറം നമുക്കതിൻ്റെ വിമർശനം വേണം കിട്ടേണ്ടത്. പക്ഷെ അതല്ല കൊടുക്കുക. കാരണം മാര്യത്ത് വരച്ചതല്ലേ എന്നുള്ളൊരു സമീപനം അപ്പുറത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ അതിനൊരു നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പലരും പല രീതിയിലാണ്. കാരണം നമുക്ക് നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളെക്കുറിച്ചും നമ്മൾ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ആളുകൾക്കും അത്ര വലിയൊരു ഇഷ്ടമൊന്നുമില്ല. കാരണം അവരതിനെ കാണുന്നത് ഞങ്ങൾ തരുന്ന ഔദാര്യം നിങ്ങളങ്ങ് സ്വീകരിച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അത്രയൊക്കെ മതി, നിങ്ങൾക്കൊക്കെ ഇത്ര പോരെ എന്നുള്ളൊരു മനോഭാവത്തിൽ നിന്ന് ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ മീഡിയയ്ക്ക് നല്ലൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പങ്കെടുത്ത പരിപാടിയിൽ ഒരു കലോത്സവ പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ എല്ലാ ചാനലുകളും എല്ലാ മീഡിയകളും അവിടെ തമ്പടിച്ച് കൂടാറുണ്ട്. ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ അതെവിടെയാണ് നടക്കുന്നത്? കാരണം ഇങ്ങനെ നമ്മളുടെ പരിമിതികളെക്കുറിച്ചും നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ചും ഇവർ കൊടുക്കുന്ന പബ്ലിസിറ്റിക്കും പ്രാധാന്യത്തിനും അനുസരിച്ചാണ് ആളുകൾ നമ്മളെ കാണുന്നതും വിലയിരുത്തുന്നതും. ഈ ചാനലുകളിൽ നമ്മളെപ്പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ആവശ്യമില്ലാതെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് ഒരു മ്യൂസിക് ഇങ്ങനെ വരാൻ. അതെന്തിനാണ്? കാരണം നമ്മൾ നിങ്ങളെപ്പോലത്തുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങൾ എഴുതുന്നത്, നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ഓരോ വ്യക്തികളുടെയും, നിങ്ങൾ ഇവിടെയൊക്കെ ഇരിക്കുന്ന പ്രഗത്ഭരായ ആളുകളുടെ ഒപ്പം എനിക്കിങ്ങനെ ഒരു വേദി കിട്ടിയത് കൂടി ഞാൻ ഇങ്ങനെ ആയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അറിവിൻ്റെയും നിങ്ങളുടെ കഴിവിൻ്റെയും അപ്പുറം നിങ്ങളൊരു സൂപ്പർ മാനാണ്, സൂപ്പർ വുമണാണ്, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഈ ഒരു പരിമിതിയുടെ പേരിൽ അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് എത്ര ഉൾക്കൊള്ളാൻ പറ്റും?
അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഒരു വലിയ കഴിവൊന്നുമില്ല, അവരവരുടെ പരിശ്രമത്തിൽ കൂടെയാണ്. ഞാൻ എൻ്റെ പരിശ്രമം, ഞാൻ പഠിക്കുന്നത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിയുള്ള ആളായിട്ടൊന്നുമല്ല. ഞാൻ എഴുതിയൊക്കെ തന്നെ ഞാനും പഠിക്കുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതല്ല. പലപ്പോഴും ഞാൻ എക്സാമിന് പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ എഴുതിയത് തന്നെ ഞാൻ 10 വർഷം എനിക്ക് നടക്കാൻ വയ്യാണ്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ആഗ്രഹത്തിൽ പഠിച്ച ഒരാളാണ്, പഠിച്ച് പാസ്സായ ആളാണ്. ആ എക്സാം എഴുതിയ സമയത്ത് ഞാൻ കേട്ട വാക്കുകൾ എന്തായിരുന്നു? നിനക്കൊരു പ്രശ്നവുമില്ലല്ലോ, നിനക്ക് വേഗം പഠിക്കാം, നിനക്ക് നല്ല ബുദ്ധിയുള്ളതല്ലേ, നിനക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, നിനക്കെന്താ പാസ്സാവാൻ എളുപ്പമല്ലേ, നിങ്ങളെക്കാൾ പ്രയാസം ഞങ്ങൾക്കാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ കാര്യങ്ങളിലാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ആരും അറിയുന്നില്ല, അതറിയാൻ ശ്രമിക്കുന്നില്ല. ഒരു കാര്യം നടക്കണമെങ്കിൽ, ഒരു യാത്ര ചെയ്യണമെങ്കിൽ, ഒരു ലോകത്തേക്ക് ഇറങ്ങണമെങ്കിൽ, ഒരു ഉദ്ദേശം നടക്കണമെങ്കിൽ എത്ര ആളുകളുടെ കാരുണ്യം കിട്ടിയിട്ട് വേണമെന്നറിയാം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വരണമെങ്കിൽ തന്നെ എൻ്റെ കൂടെ എനിക്ക് പോരാൻ ആളിലായിട്ട് ഞാൻ പോകുന്ന ഓട്ടോക്കാരനെ അവന് വേറൊരു പരിപാടി ഉണ്ടായിട്ട് അത് മാറ്റി വെച്ചിട്ട് അവനെ കൂട്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് തോന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ മതി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റാൻ എല്ലാം സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി, പത്രമാധ്യമങ്ങളാണെങ്കിലും ശരി, വലിയ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു സൂപ്പർ വുമണും അല്ല, സൂപ്പർ പവറുള്ള ആളുകളും അല്ല ഭിന്നശേഷിയുള്ളവർ. അവരുടെ പ്രയത്നം കൊണ്ടും അവരുടെ അവർക്ക് ജീവിക്കേണ്ടതുണ്ട്, അതിജീവിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അടുത്തതായി ഒരു ചോദ്യം ആണ്, എല്ലാവരും മറുപടി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ചോദ്യം പ്രമോദ് സാറിനോടാണ് ചോദിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞു നമ്മൾ മാധ്യമ മേഖലയിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ വാർത്ത വായിക്കുന്ന ഒരു സ്വപ്നമുണ്ട് എന്ന്. സാറിൻ്റെ ഒരു അനുഭവത്തിൽ എത്ര അപ്ലിക്കേഷൻസ് നമുക്ക് അങ്ങനെ വരാറുണ്ട്? വന്നാൽ തന്നെ നമ്മൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നമ്മൾ അവരെ മാറ്റി നിർത്തുന്നത്? അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ലൈബ്രറികളിൽ അവർക്ക് ചാനലുകളിലൊക്കെ ലൈബ്രറികളിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥലത്താണ് നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് മുഖ്യധാര നേരത്തെ പറഞ്ഞ ഫ്ലോറിലേക്കോ റിപ്പോർട്ടിങ്ങിലേക്കോ അവരെ നിയമിക്കാത്തത്? അല്ലെങ്കിൽ ഇപ്പം ഇത് ഉത്തരം പ്രിന്റിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കും പറയാം. അതിൽ എനിക്കിതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും ഒരേ പേജിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ചില സാമാന്യമായ ധാരണകളുണ്ട്. പക്ഷേ ഉൾപ്പെടുത്തേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് വീണ്ടും ചില ആശയക്കുഴപ്പങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ചിൽഡ്രൻ, നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ സ്പെഷ്യൽ ചിൽഡ്രനായിട്ട് നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അതാണോ? അവർ നോർമലായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഭൂരിപക്ഷം ന്യൂനപക്ഷം പ്രശ്നത്തിൽ നമ്മളെപ്പോഴും പറയും, ന്യൂനപക്ഷം എന്ന നിലയിൽ തന്നെ കണ്ടുകൊണ്ട് അവരുടെ ഒരു സ്വത്വം വെളിപ്പെടുന്ന രീതിയിലല്ല ശരിക്കും അവർ വരേണ്ടത്. അവർ മുഖ്യധാരയുടെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയില്ലേ, അതുപോലെ നമ്മളിപ്പോൾ ഞാൻ മാര്യത്തിന് ഇതുപോലെ ഏതെങ്കിലും ഒരു ഇതല്ല മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ചയിൽ മാര്യത്തുണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ KLF ഒരു ചർച്ചയിൽ ഒരു വിഷയത്തിൽ നോട്ട് ബിക്കോസ് യു ആർ ഡിസേബിൾഡ് അല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് അല്ല, ആ ഒരു ഉൾക്കൊള്ളിക്കൽ സംഭവിക്കാതിരിക്കുന്നതിന് നമ്മളുടെ ചില കൺസിഡറേഷൻസ്, ചില പരിഗണനകൾ കാരണമാവുന്നുണ്ടോ? അവഗണനയല്ല ഞാൻ പറഞ്ഞത്, ചില പരിഗണനകൾ കാരണമാവുന്നുണ്ടോ? ഇപ്പോൾ അവർ സ്പെഷ്യൽ ചിൽഡ്രൻ ആണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തന്നെ നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യണം. ഇപ്പോൾ മാധ്യമങ്ങളിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ എന്തുകൊണ്ട് അവരില്ല എന്ന ചോദ്യം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല അതിനകത്ത്. ഇപ്പോൾ ഒരാൾക്ക് ശാരീരികമായ എന്തെങ്കിലും ഒരു ഭിന്നതയുള്ള ഒരാൾക്ക് നമ്മുടെ ഒരു ന്യൂസ് റൂമിൽ ഒരു ജോലിയും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈവൻ പ്രസൻറ്റേഷൻ ആവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ,
ഇപ്പോൾ കാഴ്ച പരിമിതിയുള്ള ഒരാൾക്ക് ബ്രെയിൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമേ നമ്മളെല്ലാം ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മളും എല്ലാവരും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ അത് കണക്കിലെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തണം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്ര ആപ്ലിക്കേഷൻ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാൾ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഞാനൊരു ന്യൂസ് ആങ്കർ ആവാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു കരിയറിൻ്റെ ഒരു കാലഘട്ടത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്നാൽ പറയാവുന്ന രീതിയിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലൈബ്രറികളിലുണ്ട്. ലൈബ്രറിയിൽ വർക്ക് ചെയ്യാമെങ്കിൽ ന്യൂസ് ഡെസ്കിൽ ഒരു പ്രയാസമില്ലാതെ വർക്ക് ചെയ്യാം. റിപ്പോർട്ടിങ്ങിൽ ചിലപ്പോൾ ഓടി നടന്ന് ചെയ്യേണ്ട ജോലികൾ അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നില്ല. ബട്ട് ന്യൂസ് ഡെസ്കിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് നമ്മൾ അതിനെ കാണുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ഡ്രൈവായിട്ടാണ്. അങ്ങനെ വേണോ അതോ നോർമലി തന്നെ നമ്മളുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക? ഇനി നോർമലി അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മെഡിക്കലി ഫിറ്റ് അല്ല എന്ന ഒരു കൺസേൺ വരുമോ? ഇതാണ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? എനിക്ക് ഞാൻ ജോലി എടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ഒരു വിദ്യാഭ്യാസം കൂടി എനിക്ക് ശരിക്കും പൂർണ്ണമായി പൂർത്തിയാക്കാൻ പറ്റിയ ഒരാളായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ഒരാളാണ് ഞാൻ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. അതിനെനിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റാതിരുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലുള്ള പല പല പ്രശ്നങ്ങൾ കാരണമാണ്. കാരണം എനിക്ക് കോളേജിൽ അഡ്മിഷൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 3 വർഷം എനിക്ക് ഡിഗ്രിക്ക് വരാൻ പറ്റുമോ എന്നായിരുന്നു ആദ്യം തന്നെ സാർ ചോദിച്ചിരുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുപോകണ്ടായിരുന്ന അനിയൻ ഗൾഫിലേക്ക് പോയത് കാരണം എനിക്കത് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഞാനത് അവിടെ ആ വിദ്യാഭ്യാസം അന്ന് നിർത്തിയത് ഞാൻ ഇപ്പോൾ ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. PG എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾക്ക് ഈ ആഗ്രഹവും നമ്മൾക്കുള്ള ആ അർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഏതൊരു വിഷയത്തിൽ ഇന്ന് സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകൾ പലരും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നമ്മളെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങേണ്ടവരല്ല. അവരവിടെ അടങ്ങി അവർക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തു കൊടുത്താൽ മതി. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊക്കെയുള്ള അറിവും കഴിവൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. ചില പരിമിതികൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഈ പരിമിതികൾക്കുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങൾ ഒരുക്കി തന്നാൽ അതിന് കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഒളിമ്പിക്സും പാരാലിമ്പിക്സും ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഒരു വിഭജനം ആവശ്യമാണല്ലോ അല്ലേ? അത് വേണം. ശാരീരികമായിട്ടുള്ള പരിമിതികളാണ് അത്. ആ പരിമിതി ഇല്ലാത്ത ആളുകളുടെ കൂടെ മത്സരിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കിപ്പോൾ അത് പറ്റുന്ന ചില സാധ്യതകൾ ഉണ്ടാവാം. പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനതിൽ കൂട്ടിച്ചേർക്കുന്നതേ, ഇതിൽ 2-3 മിത്തുകൾ നമ്മളെ ഭരിക്കുന്നതുണ്ട്. ഒന്ന്, ഈ ഭിന്നശേഷിക്കാർക്ക് എല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു മിത്താണ്. കാരണം ഇവിടെ പ്രമോദ് രാമൻ സാർ ഉണ്ടെങ്കിൽ ഈ ഓഡിയൻസിലുള്ള എല്ലാവർക്കും പ്രമോദ് രാമൻ സാർ ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ശേഷിയുള്ള സ്കില്ലുള്ള ഭിന്നശേഷിക്കാരുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഇപ്പോൾ ന്യൂസ് വായിക്കാൻ നല്ല സ്പീഡിൽ ബ്രെയിൽ വായിക്കുന്ന ഒരാൾക്ക് മാധ്യമം ചാനലിൽ ന്യൂസ് റീഡർ ആവാം. എനിക്ക് നല്ല സ്പീഡിൽ ബ്രെയിൽ വായിക്കാൻ പറ്റും. ഒന്ന് പരിശീലിച്ച ഒരു ബ്രെയിൽ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കുന്ന PDF ടൈപ്പ് ചെയ്ത വാർത്ത ആ ബ്രെയിൽ ഡിസ്പ്ലേയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ന്യൂസ് വായിക്കാൻ പറ്റും. ഇവിടെയുള്ള പ്രശ്നം എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും പൊതുസമൂഹം തീരുമാനിക്കുകയാണ്. പണ്ട് നമ്മളെന്താണ് എന്ന് സാഹിത്യത്തിൽ നിർവചിച്ചതും പ്രതിനിധാനം നൽകിയതും ഒക്കെ ഇപ്പോൾ പൊതുസമൂഹം അതിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാണ്. ടൈം ഇമ്മമോറിയൽ, പഴയ കാലം മുതൽ ഇന്ന് വരെ ലോകത്തെല്ലാവരും വിശ്വസിച്ചത് കണ്ണു കാണാത്തവരൊക്കെ ഇരുട്ടിലാണെന്നാണ്. ഇപ്പോൾ സത്യത്തിൽ ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വെളിച്ചെന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇരുട്ട് എന്താണെന്നറിയോ? ഇനി ഒരാൾക്ക് കാഴ്ച പോയി അയാൾ എന്നും ഇരുട്ടുണ്ടാവുമോ? അതേസമയം എല്ലാ കാഴ്ചയില്ലാത്തവരും അങ്ങനെയല്ല. ചിലർക്ക് കുറച്ച് വെളിച്ചമുണ്ടാവാം, ചിലർക്ക് തീരെ വെളിച്ചമുണ്ടാവില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ട് വേട്ടയാടുന്ന കാലത്ത് വെളിച്ചമുള്ളപ്പോൾ മാത്രമേ ആളുകൾക്ക് വേട്ടയാടാൻ പറ്റുള്ളൂ. ആ വെളിച്ചം ഇല്ലാത്തപ്പോൾ പറ്റില്ല. കണ്ണ് കാണാത്തവർക്ക് വേട്ടയാടാനും പറ്റില്ല. അപ്പോൾ ആളുകളൊക്കെ വിശ്വസിച്ചു ഞങ്ങൾക്ക് വെളിച്ചമുള്ളപ്പോൾ മാത്രമേ പറ്റുള്ളൂ, ഇവർക്ക് തീരെ പറ്റില്ലോണ്ട് ഇവർ ഇരുട്ടിലാണെന്ന്. ഇത് പിന്നീട് നിങ്ങൾ കണ്ണടക്കുമ്പോൾ, നിങ്ങൾ കണ്ണ് ബ്ലൈൻഡ് മാൻസ് ബഫൊക്കെ കളിക്കുമ്പോൾ വലിച്ചു കെട്ടുമ്പോഴുള്ള അനുഭവമൊക്കെ ആയിട്ട് ഇതാണ് കാഴ്ചയില്ലായ്മ എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പോഴും നമ്മൾ ഡിസേബിൾഡിന് എന്ത് എംപ്ലോയ്മെൻറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ
സോഷ്യൽ ക്യാപിറ്റലുള്ള എക്സ്പീരിയൻഷ്യൽ ക്യാപിറ്റലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ മാറേണ്ടത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, എല്ലാവർക്കും അല്ല, അതിന് പൊട്ടൻഷ്യലുള്ള ആളുകൾക്ക്. പക്ഷെ അത്തരം ഒരു എക്സ്പോഷർ ഇവിടെ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കണ്ണു കാണാത്തവർ ഈ പറഞ്ഞ രീതിയിൽ മീഡിയ ന്യൂസ് റീഡേഴ്സ് ആവുന്നില്ല? അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പല കാഴ്ചയില്ലാത്ത സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കും വിവാഹം സ്വപ്നമല്ലല്ലോ. റൈറ്റ് ടു സെക്ഷുവാലിറ്റിയും റൈറ്റ് ടു മെറ്റേണിറ്റിയും യൂണിവേഴ്സൽ റൈറ്റ്സ് ആണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചയിൽ കേട്ടില്ലേ, സെക്ഷുവാലിറ്റിയെ ഒരു പ്രോബ്ലമായിട്ടാണ് ചർച്ച ചെയ്ത്, എക്സ്പ്രഷനോ റൈറ്റോ ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള സാമൂഹിക യാഥാർത്ഥ്യമാണ് പ്രതിനിധാനങ്ങൾക്കൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അവിടെ യഥാർത്ഥ അനുഭവങ്ങൾ, ലിവ്ഡ് എക്സ്പീരിയൻസ് എന്നുള്ളതിന് പകരം കൾച്ചറൽ ഇമാജിനേഷൻ. ഒന്നുകൂടി ഇത്തരം പ്രതിനിധാനങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ഉദ്ദേശം എന്താണ്? ഡിസേബിൾഡിനെ ഒരു ഒറ്റ ഉദാഹരണം പറയാം. സ്റ്റാർ ഗേസിംഗ് എന്നുള്ള ലിൻഡ ജില്ലാഡിൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊണ്ട് അവർ അതിൻ്റെ ആമുഖത്തിൽ അവർ പറഞ്ഞത്, എൻ്റെ അടുത്ത നോവൽ സ്റ്റാർ ഗേസിങ്ങിൻ്റെ കഥാപാത്രത്തിൻ്റെ പരിപ്രേക്ഷ്യം ഭിന്നമാണ്, അല്ലെങ്കിൽ അവർക്ക് പരിപ്രേക്ഷ്യമില്ല, കാരണം അവളൊരു കാഴ്ചയില്ലാത്ത വ്യക്തിയാണെന്നാ. അപ്പോൾ ഇത് കാഴ്ചയില്ലാത്തവരെ കുറിച്ചാവുമ്പോൾ കാഴ്ച പരിപ്രേക്ഷ്യമാകുമ്പോൾ ഞങ്ങൾക്കതില്ല. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഡിസേബിലിറ്റിയും ബാധിക്കുമ്പോൾ ഇതൊരു അസുഖമാണ്, ഇതൊരു പരിമിതിയാണെന്നൊക്കെ വിവക്ഷിക്കുകയും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് സങ്കല്പിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ പറയും, കണ്ണു കാണാത്ത ഹബീബ് സാറിന് കോളേജ് അധ്യാപകനാവാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്താണ് ആവാൻ പറ്റുകയെന്ന് ഈ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വലിയ സുഖിക്കുന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താണ് എക്സ്പീരിയൻഷ്യൽ ക്യാപിറ്റൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജോലി സംവരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ അത് ഞങ്ങളുടെ പരമാധികാരത്തെയും ഭിന്നതയെയും RPD ആക്റ്റും UNCRPD ഒക്കെ പറയുന്ന രണ്ട് വാക്കുകൾ, ഡിഫറൻസ്, ഓട്ടോണമി, ഇത് മനുഷ്യ വൈവിധ്യത്തിൻ്റെ ഒരു സാധ്യതയാണ്. നേരത്തെ ഒറ്റ വാക്കും കൂടി പറയണേ, റഷീദ് സാറ് പറഞ്ഞതിനെ, ഡിസബിലിറ്റി എന്ന വാക്കിനെ മലയാളത്തിൽ പറയാവുന്ന ഏറ്റവും ഇപ്പോൾ മാനസിക വ്യതിയാനം പോലും ശാരീരിക ഭിന്നത കൊണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡിസേബിലിറ്റി ഈസ് എ കൈൻഡ് ഓഫ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി എന്ന അവസ്ഥയോട് താതാത്മ്യം പ്രാപിക്കാവുന്ന ഒരു തെറ്റില്ലാത്ത, അതിനേക്കാൾ മികച്ചത് വരാം ഒരു നിർവചനം ശാരീരിക ഭിന്നതയുള്ളവർ എന്നാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലാവുന്നത് യാതൊരു പ്രശ്നവുമില്ല. നേരത്തെ ഇപ്പം ഡിസേബിൾ ആയിട്ടുള്ള ആൾ മാധ്യമ മേഖലയിലേക്ക് വരുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ ആളുകൾ, നേരത്തെ പ്രമോദ് സാർ പറഞ്ഞ അപ്ലിക്കേഷൻസ് വരുന്നില്ല, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള കാപ്പബിലിറ്റി ഉള്ള മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് അപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ പരിഗണന ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഇതിൽ റഷീദ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത്, ഒന്ന്, പ്രിൻ്റ് മീഡിയയിൽ ഡെസ്കിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം വാർത്തകൾ എഡിറ്റിംഗ് എല്ലാം കമ്പ്യൂട്ടറൈസേഷൻ ആയതുകൊണ്ട് ബ്രെയിലി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ വിഭാഗം ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വാർത്തകൾ നമുക്ക് ചെയ്യാം. പക്ഷേ റിപ്പോർട്ടിങ്ങിൽ വേണ്ടത്ര ഒരു പ്രയാസം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പം മാരിയത്തൊക്കെ ഇവിടെ പറഞ്ഞത് അവരുടെ ഇന്നർ പെയിനാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല, അവർ ശാരീരികമായ ഉള്ള പ്രയാസം അനുഭവിക്കുന്നത് പോലെ തന്നെ വല്ലാത്തൊരു മെൻ്റൽ വിങ്ങലും കൂടെ അവരുടെ ഉള്ളിലുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ വളരെ പ്ലസൻ്റായിട്ട് നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളായിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വല്ല എപ്പോഴും ജോലി വളരെ വൈബ്രൻ്റായി ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും അവരുടെ മുമ്പിൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്, നാളെ എന്തെന്നുള്ളൊരു പ്രശ്നം കൂടെ അവർ മുമ്പിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ചാനലുകളിൽ ഇപ്പം ഈ അടുത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സൈൻ ലാംഗ്വേജിൽ വാർത്ത വായിക്കുന്നു എന്നുള്ളത് എല്ലാ ചാനലുകളിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഈ മേഖലയിലെ വലിയൊരു കുതിപ്പ് തന്നെയാണ്. അതുപോലെ വേണമെങ്കിൽ ഇപ്പം ജനറലി പ്രമോദൊക്കെ വിചാരിച്ചാൽ ജനറലി പറ്റില്ലെങ്കിൽ ഈ ഭിന്നശേഷി ദിനം അങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ഈ ശിശുദിനത്തിനൊക്കെ നമ്മൾ കുട്ടികൾ വാർത്ത വഹിക്കുന്നു, കുട്ടികൾ തന്നെ ആങ്കറിങ് നടത്തുന്ന പരിപാടി. എനിക്കറിയാം, മാതൃഭൂമിയിൽ ഒരു തവണ എൻ്റെ മകളടക്കം പോയത്, അവർ 4-5 ദിവസം വിളിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ വേണമെങ്കിൽ ഏതെങ്കിലും ഈ സ്പെഷ്യൽ സ്കൂളിലുള്ളവരോ അല്ലാത്തവരോ കുട്ടികളതിനെ വിളിച്ചു വേണമെങ്കിൽ അവരുടെ ഒരു ദിനത്തിൻ്റെ അന്നെങ്കിലും അവരുടെ കുറച്ച് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുക, അവരെ ആങ്കറായിട്ട് ഉപയോഗിക്കുക. അവരെ കൊണ്ടിപ്പോൾ മാരിയത്തിന് എന്തുകൊണ്ട് വാർത്ത വായിച്ചുകൂടാ? മാരിയത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, മാരിയത്തിന് മറ്റൊരു ബുദ്ധിമുട്ടില്ല. മാരിയത്തിനെ കൊണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒരു വാർത്ത വായിക്കാനുള്ള അവസരം
പ്രമോദ് കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന. എനിക്ക് എൻ്റെ പൊതുവായ അഭിപ്രായം നമ്മുടെ ഒരു ഭിന്നശേഷി നമ്മുടെ ഒരു ഇക്കോസിസ്റ്റം തന്നെ മാറണം. നമുക്ക് നമ്മളിതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഞാനിത് പറഞ്ഞ് നാളെ ഡെസ്കിലേക്ക് പോയാലും ഞാനും സമയമായി പടവെട്ടുന്ന ഒരാളാണ്. അപ്പം ആ സമയത്ത് എത്ര കണ്ട് പിന്നെ മാരിയത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തിരുവനന്തപുരം നടന്ന പരിപാടി 2 ദിവസം ഞാനവിടെ വന്ന ഒരാളാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് 1-2 പിന്നെ സോഷ്യൽ മീഡിയക്കാർ ബ്ലോഗർമാർ അല്ലാതെ വല്ലാതെ ആളുകൾ വന്നില്ല. ഞങ്ങൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ദേശാഭിമാനിയാണെന്നുള്ളത് കൊണ്ടും ഈ ഗവൺമെൻറ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ടും പൊതുവേ പേഴ്സണലി ഞാനൊക്കെ ഈ മേഖലയിൽ കുറേ കാലം പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇതിനോടുള്ളൊരു ഇൻറ്റിമസി ഉള്ളത് കൊണ്ടും നമ്മളൊരു പ്രത്യേക താല്പര്യം എടുത്ത് കുറേ വാർത്തകളും അരപ്പേജോളം വാർത്തയും കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഓൺലൈനിലും സ്പെഷ്യൽ സ്റ്റോറികളടക്കം കൊടുത്തിട്ടുണ്ട്, വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പൊതുവേ ഒരു കലോത്സവം, ഒരു ജില്ലാ കലോത്സവത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം പോലും നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഡിസബിലിറ്റി ഫെസ്റ്റിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്നും കൂടെ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയം മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു ചോദ്യം നേരത്തെ ചോദിക്കാൻ വിചാരിച്ചത്, അത് സാദിഖ് സാർ സൂചിപ്പിച്ചു, കോളേജ് അധ്യാപക നിയമനം നടന്ന സമയത്ത് സാറിൻ്റെ ഒരു നിരീക്ഷണം, ആ സമയത്ത് എങ്ങനെയാണ് മൊത്തത്തിൽ ഈ വാർത്തയെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത്? അതായത് സത്യത്തിൽ 1995 PWD ആക്ട് നടപ്പിലാക്കി, 2014 RPD ആക്ട് നടപ്പിലാക്കിയപ്പോൾ RPD ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള സംവരണം ഉൾപ്പെടെയുള്ള ഡിസേബിൾഡിന് വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നടപ്പിലാക്കണമെന്ന്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്ന ഒരു കൃത്യമായ ഡയറക്ഷൻ വന്നപ്പോഴാണ് വളരെ ഇച്ഛാശക്തിയോടുകൂടി ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി കേരള ഗവൺമെൻറ് 2018 നവംബർ 18 സ്വകാര്യ എയ്ഡഡ് സെക്ടറിലെ എല്ലാ സ്ഥാപനങ്ങളിലും 4% സംവരണം ഭിന്നശേഷിക്കാർക്ക് നടപ്പിലാക്കിയത്. ഇത് നടപ്പിലാക്കിയ ശേഷം ആ ഓർഡർ വന്നെങ്കിലും ഇത് നടപ്പിലായിട്ടില്ല. ഇത് ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾ കാത്തോലിക്കേറ്റുകളും പിന്നെ മറ്റു മാനേജ്മെൻറ്റുകളും NSSും ഒക്കെ കോടതിയിൽ പോയപ്പോഴേ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഇത് ഇടപെട്ടുകൊണ്ട് നിയമപരമായി ഇതിനു വേണ്ടി പോരാടിയത് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡും മറ്റ് ചില പ്രസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ റിസർവേഷൻ പ്രോപ്പറായി സമയബന്ധിതമായി ഇപ്പോഴും നടപ്പിലാക്കുന്നില്ല. ഇത് നടപ്പിലാക്കാതെ ഇരുന്നിട്ട് നമുക്ക് 10-30 വർഷമായിട്ട് തരേണ്ട അവകാശം കൃത്യമായിട്ട് തരാതെ ഇരിക്കുകയും എന്നിട്ട് ഇവിടെ സ്വകാര്യ മേഖലയിൽ നിയമന പ്രതിസന്ധി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ക്രൈസിസിനെ കുറിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ സാമൂഹ്യ നീതിയെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ല എന്ന് നടിക്കുകയാണോ നമ്മൾ നോക്കേണ്ടി വരും, നമ്മൾ തോന്നേണ്ടി വരും. കാരണം ഇത് നമ്മളുടെ അവകാശമാണ്. ഇത് കൃത്യമായി തന്നാൽ ഇവിടെ നിയമനം നടക്കും. പകരം ഇപ്പോൾ ഒരു വെല്ലുവിളിയും കൂടി ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇത്രത്തോളം ശ്രദ്ധിച്ചു എന്നല്ല, ഈ കൊടുത്ത ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് വരുന്നത്. ഒരു മാനേജർ പറഞ്ഞത്, നിലവിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യോ കണ്ണോ തല്ലി പൊട്ടിച്ചിട്ട് അയാളെ ഞങ്ങൾ മാറ്റിയെടുത്താലും പുതിയൊരു ഡിസേബിൾഡ് ആയ ആൾക്ക് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി കൊടുക്കൂല എന്ന്. ഇതാണ് നമ്മുടെ മാനേജ്മെൻറ്റുകളുടെ മെൻറ്റാലിറ്റി. ഇപ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഞാൻ KFBയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. ഈ വിഷയത്തിൽ എത്രയോ കേസുകൾ ഹൈക്കോടതിയിൽ ഇടപെട്ടത് ഞങ്ങളാണ്. അത് ഒരു പക്ഷത്ത് കൊടുക്കും, നിയമനിഷേധം തുടരുന്നു, ഭിന്നശേഷിക്കാരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു, ഇപ്പുറത്ത് കൊടുക്കും. ഇവിടെ നിയമന കുരുക്ക്, ഭിന്നശേഷി സംവരണം കൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന്. ഇപ്പോൾ മാധ്യമങ്ങളുടെ പ്രശ്നം അവർക്ക് ഒഴുക്കിനനുസരിച്ച് നീന്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്രൈസിസ് കൂടി ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ സിനിമ കൂടി അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സിനിമയെക്കുറിച്ച് ഒരു പക്ഷേ വേറൊരു സെഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും സിനിമകളിലെ റെപ്രസെൻറ്റേഷനെ കുറിച്ച് എന്താണ് സവാദിക്ക് തോന്നുന്നത്? അതായത് നമ്മൾ എത്രമാത്രം ഡിസേബിൾഡ് ആയ ആളുകൾ സിനിമകളിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നു, അതിന് പകരം ഏബിളായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, ഡിസേബിൾഡ് ആയിട്ടുള്ള ആക്ടേഴ്സാക്കി മാറ്റിയിട്ടാണ് പല സിനിമകളും ഇവിടെ വിജയിച്ചതും ഉള്ളത്. അതിൻ്റെ ടോണിനെ പറ്റി വേറെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം നേരത്തെ മാധ്യമ മേഖലയിൽ പറഞ്ഞ പോലെ സിനിമാ മേഖലയിൽ ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പം നേരത്തെ ഹബീബ് സാർ പറഞ്ഞ പോലെ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വലിയതായിരിക്കും ഞാൻ വിചാരിക്കുന്നു, മാധ്യമ മേഖലയിലായാലും സിനിമയിലായാലും. എന്താണ് അതിനെക്കുറിച്ച് നിരീക്ഷിച്ചത്? അത് ഈ കൃത്യമായിട്ട് ഇവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണം, അങ്ങനെയുള്ള ദൃശ്യവൽക്കരണം, നമുക്ക് പല സിനിമകളുടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പല സിനിമകളും അങ്ങനെ നമ്മളുടെ തിയേറ്ററുകളിൽ വരികയും നിറഞ്ഞോടുകയും ചെയ്തു. അതിന് കിട്ടുന്ന ആ സ്വീകാര്യത ശരിക്കും നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. അത്തരത്തിൽ ഡിസേബിൾഡ് വ്യക്തികളെ അതിഭീകരമായ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്ന
അത്തരം സിനിമകൾക്ക് വളരെ പ്രാധാന്യം കിട്ടുന്നു. അത് ആളുകൾ കൈയടിച്ച് ആസ്വദിക്കുന്നു, ചിരിക്കുന്നു. അതിൽ പറയുന്ന അത്യന്തം മനുഷ്യഹീനമായിട്ടുള്ള തമാശകളെ വളരെ വലിയ ഹാസ്യമെന്ന രീതിയിൽ ആളുകൾ ആഘോഷിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അതേസമയം തന്നെ ഈ ഡിസേബിൾഡ് മേഖലയിലുള്ള ആളുകൾക്ക് മാധ്യമ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് പോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ നിന്നും വളരെ അവരെ പല കാരണങ്ങൾ ഇങ്ങനെ പറയും, അവർക്ക് അതിന് സാധിക്കുമോ, അവരെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ, നമ്മൾ സാങ്കേതികമായ ചോദ്യങ്ങൾ കുറേ നമ്മൾ ഉയർത്തിക്കൊണ്ട് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരുന്ന പല ചിത്രീകരണങ്ങളുമാണെങ്കിൽ ഇപ്പോഴും അത് ഈ നമ്മൾ പറയുന്ന മാതിരി ഈ ഇമോഷണൽ ആയിട്ട് ആളുകളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള കുറേ ചിത്രീകരണങ്ങളൊക്കെ പണ്ട് നമ്മൾ കണ്ട കുട്ടികളെ കുറിച്ചിട്ടുള്ള സിനിമ, അതിൻ്റെ കണ്ണീരൊന്നും ഇപ്പോഴും തോരാത്ത പല ഓർമ്മകളും ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വളരെ അനീതിയാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ ഒരു അമർ അക്ബർ ആൻ്റണി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായി. അപ്പോൾ ആ സിനിമയിൽ ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തെ കുറിച്ച് മാത്രം പറയണം. ആ കഥാപാത്രം അതിലേറ്റവും ജോളിയായിട്ടുള്ള നായകതുല്യമായിട്ടുള്ളൊരു കഥാപാത്രം. കാരണം അത് എഴുതിയത് ബിബിൻ ജോർജ് ആണ് എന്നുള്ളത്. കാരണം അദ്ദേഹം ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ കഥാപാത്രവും ആ സിനിമയിൽ ഏറ്റവും ജോവിയലായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. ഞാൻ പറഞ്ഞ അതിൽ മറ്റു വിമർശനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കഥാപാത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം, അത് സവാദ് ഇതിന് മറുപടി പറയും. ഇപ്പം പേര് ഒരു രാജേഷ്, ഓട്ടിസ്റ്റിക്കായ രാജേഷ് ഇപ്പോൾ അടുത്തൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അത് ഒരു വലിയ മാറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മാരിയത്തിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്തോ നേരത്തെ ഉണ്ടെന്ന് തോന്നിയത്? അല്ല, സിനിമയായിട്ട് പറയുമ്പോൾ കൂടുതൽ പറയുന്നത് നമ്മുടെ വൈകല്യത്തെ ഭീകരമായി അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടുണ്ടാവാറുണ്ട്. കാരണം ഒരു കാഴ്ചയില്ലാത്ത ആൾ അല്ലെങ്കിൽ ഒരു ഭീകരാവസ്ഥ അല്ലെങ്കിൽ ഒരു വില്ലൻ വേഷങ്ങളിലൊക്കെ വരുന്നത് ഈ ഒരു ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കണ്ണിൻ്റെയോ അല്ലെങ്കിൽ ചുവന്ന കണ്ണ് അല്ലെങ്കിൽ മൂക്ക് വളഞ്ഞത് അല്ലെങ്കിൽ വൈകല്യം, അപ്പോൾ അതൊക്കെ നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവുന്നതിനേക്കാൾ അതൊരു മോശം കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പരിഹാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചിരിക്കാനുള്ള ഒരു കഥാപാത്രങ്ങളായിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ആളുകളെ നമ്മൾ പൊതുവായിട്ട് ആളുകൾ കാണുമ്പോഴും ഈ മനോഭാവത്തോടെയാണ്. അതിൻ്റെ ഒരു യഥാർത്ഥ കാഴ്ചപ്പാടുകൾക്കപ്പുറം നമ്മളുടെ വൈകല്യത്തിനെ ഏറ്റവും മോശമായ രീതിയിൽ അവതരിപ്പിച്ചിട്ട് അത് സമൂഹത്തിലുള്ള ആളുകൾ നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും അല്ലെങ്കിൽ ഇറക്കാനും വീട്ടിലുള്ളവർക്കൊക്കെ മടി ഉണ്ടാകുന്നത്. കാരണം അവിടെ പരിഹസിക്കപ്പെടും, അവിടെ കളിയാക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ മക്കളെ എന്തിനാ കൊണ്ടുവന്ന് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ നെഗറ്റീവ് എന്നുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ കണ്ടാൽ നമ്മുടെ കാര്യങ്ങൾ മുടങ്ങും, അടുത്ത കാര്യങ്ങൾക്ക് തടസ്സം വരും എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഈ സിനിമകളിൽ കൂടെ തന്നെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. തീർച്ചയായും സാദിഖ് സാറിന് അതിനോട് കൂട്ടിച്ചേർക്കാൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സിനിമയിൽ പലപ്പോഴും നായകത്വം, ഹീറോയിസം കാണിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ ലാക്കിനെ ചൂണ്ടി അതിനെ ഈവൻ വളരെ സെലിബ്രേറ്റ് ആയ ബാംഗ്ലൂർ ഡേയ്സിൽ ഡിസേബിൾഡ് അവതരണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കൂടെ നടക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ പോലും പലപ്പോഴും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായക നിർമ്മിതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ബസ് തടുത്ത് നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വേറെ രീതിയിൽ ഒരർത്ഥത്തിൽ ഈ ഒരു നേരത്തെ ഹബീബ് സൂചിപ്പിച്ചതുപോലെ ഒരു ഇൻസ്പിറേഷണൽ പോണെന്നുള്ളതൊക്കെ, അതല്ലെങ്കിൽ ഈ ദൈന്യതയുടെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള നിങ്ങളുടെ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പോപ്പുലർ ഹിറ്റായിട്ടുള്ള പല സിനിമകളും ഈ പ്രമേയങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും. കേളി എന്ന് പറയുന്ന ഭരതൻ്റെ സിനിമയുണ്ടല്ലോ, പക്ഷെ അതിനകത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ ഈ ജയറാം നായകനായിട്ടുള്ള ആ സിനിമയിൽ നായകൻ ഡിസേബിൾഡ് ആണ്. പക്ഷെ അവസാനം എത്തുന്ന സമയത്ത് അയാൾ ഭയങ്കരമായി ഫൈറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു ബോഡി ഫൈറ്റ് കൊണ്ട് തന്നെ അയാൾ വിജയിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയിലേക്ക് പോകുമ്പോൾ എനിക്ക് സംശയങ്ങൾ വരുന്നു. അത് ശരിക്കും ഇവരെ ശരിയായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണോ വരുന്നത്? നമുക്കിപ്പം പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സിനിമ ചെയ്യാൻ കഴിയില്ലായിരിക്കും, അത് ശരിയായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അന്തിമമായി അയാളിങ്ങനെ ഈ ക്ലച്ചസൊക്കെ വെച്ച് അടിച്ച് ഒക്കെ വില്ലനെ കൊല്ലുന്ന ഒരു സംഗതിയിലേക്കൊക്കെ പോകുന്നത് കുറച്ചൊരു ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും എക്സാജറേഷനായിട്ടും ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, സാധാരണ ആൾക്കാരായിട്ട് തന്നെ നമുക്കിവരെ അതിൻ്റെ ഒരു
എന്താ പറയുക, അതിൻ്റെ നോർമൽ സംഗതി ഉണ്ടല്ലോ, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുത്തിയാലല്ലാതെ ഒരു ഡിസേബിൾഡ് പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാധനം ഇതിലെല്ലാം വരുന്നുണ്ട്. അതാണ് അതിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രശ്നം തോന്നുന്നു. തീർച്ചയായിട്ടും അതിൽ ഹബീബ് സാറിന് കൂട്ടിച്ചേർക്കാനുണ്ട്. സാർ, പൊതുവേ ഈ ഡിസേബിൾഡിനെ സിനിമാറ്റോഗ്രാഫിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നൊക്കെ അതിശയോക്തിയുള്ള എക്സ്ട്രാ ഓർഡിനറി ബീയിങ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത ഹ്യൂമറോ ട്രാജഡിയോ ഒക്കെ ആയിട്ടാണ്. അതിൽ ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. മോഹൻലാലും വിമലാരാമനും അഭിനയിക്കുന്ന ഏതെങ്കിലും സിനിമകളിൽ അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ 2 ആലിംഗനവും 2 ഷെയ്ക്ക് ഹാൻഡും 2 നല്ല എന്താ പറയുക ചൊവ്വയുള്ള ഡയലോഗും ഇല്ലാത്തതുണ്ടാവും. പക്ഷെ ഒപ്പത്തിൽ നോക്കൂ, രാമച്ച നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് വെച്ചാൽ ഈ ദോശ ചട്നിയും കൂട്ടി തിന്നാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ കണ്ണ് കാണാത്തവർക്ക് മോഹൻലാൽ കണ്ണ് കാണാതായ കഥാപാത്രമായതോടുകൂടി ഈ സെൻസ് അങ്ങോട്ട് ഇല്ലാണ്ടായോ? ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഉള്ള ഈ ഞങ്ങൾക്കും ഈ കാഴ്ചയില്ലാത്തവർക്കും ഡിസേബിൾഡിനും ഒക്കെ ഈ ബയോളജിക്കൽ സെൻസെങ്കിലും ഇല്ലേ? അപ്പം ഇത് നമ്മൾ സാറ് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം, ഈ നമ്മളെപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ സാമൂഹികമായി ഡിസേബിൾഡിൻ്റെ എക്സ്പീരിയൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് ഇവരുടെ എന്തെങ്കിലും ഒരു ഫിക്ഷണൽ ഒബ്ജക്റ്റീവ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കാഴ്ചയില്ലാത്ത കഥാപാത്രം, ദയനീയത അർഹിക്കുന്ന ഒരു കാഴ്ചയില്ലാത്ത കഥാപാത്രം ഉണ്ടെങ്കിൽ ഈ അപ്പുറത്ത് ഇയാളെ സംരക്ഷിച്ചുകൊണ്ട് വലിയ മഹത്വം ആർജിക്കുന്ന കഥാപാത്രം. ഞാൻ ചുരുക്കി പറയാം, മലയാളത്തിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഭാരതരത്നം കൊടുത്ത് ആദരിക്കേണ്ട ഒരാൾ വിനയനാണ്. ഡിസേബിലിറ്റിയെ ഇത്രമാത്രം കച്ചവടം ചെയ്തിട്ട് നമ്മളെ അപമാനവീകരണത്തിനും നമ്മളെക്കുറിച്ച് വികലമായ ധാരണകൾ ഉണ്ടാക്കുന്നതിനും ഇത്രമാത്രം യത്നിച്ചൊരു മനുഷ്യൻ സിനിമാ ഫീൽഡിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അയാളോട് എനിക്കുള്ള ഒറ്റ ആദരം എന്താണെന്ന് വെച്ചാൽ അയാൾ കാഴ്ചയില്ലാത്തവർക്ക് ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് തെളിയിച്ചു എന്നുള്ളതാണ്. ആ വാസന്തിയുടെ എൻഡിൽ ഒരാളെ കൊല്ലുന്നുണ്ടല്ലോ കലാഭവൻ മണി. അപ്പം ഇതേപോലെ നമ്മളുടെ യഥാർത്ഥ അനുഭവങ്ങളോ അഭിപ്രായങ്ങളോ രൂപപ്പെടുത്തിയെടുക്കാതെ തന്നെ പണ്ട് കാവ്യമേളയിൽ നസീർ പാട്ട് പാടുമ്പോൾ അടൂർ ബാസി ചില്ലറ വാങ്ങുന്നതിൽ നിന്ന് കാമുകിയിൽ ഒരു കൂട്ടം പെണ്ണുങ്ങളിൽ നിന്ന് കാമുകിയെ കണ്ടുപിടിക്കണം, അത് നിൻ്റെ ടെസ്റ്റാണ്, എന്നാൽ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഒപ്പത്തിൽ മറ്റേ പീസ തന്ന വില്ലനെ മോഹൻലാൽ മണത്ത് കണ്ടുപിടിക്കുന്നത് പോലെ ഒരു ഗ്രൂപ്പിൽ നിന്ന് തൻ്റെ കാമുകിയുടെ പെർഫ്യൂമിൻ്റെ ഗന്ധം കൊണ്ട് തിരിച്ചറിഞ്ഞ് കാമുകിയെ കല്യാണം കഴിക്കുന്ന നായകരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ഞാൻ ഇതും കൂടി പറഞ്ഞു നിർത്തുക. ഒപ്പം കണ്ടപ്പോൾ ഞാൻ എഴുതിയ റിവ്യൂവിൽ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് നായ്ക്കളെ പിരിച്ചുവിട്ട ആ ജോലി കാഴ്ചയില്ലാത്തവർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഹബീബ് സാർ ചേർത്ത് ഒന്നുകൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാനും ചില ഡിസബിലിറ്റികളെ കുറിച്ചാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പോലും നമ്മൾ പറഞ്ഞുള്ളൂ. എത്രമാത്രം വെറൈറ്റി ഡിസബിലിറ്റി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിന് മാധ്യമ മേഖലയിലുള്ളവർക്ക് ശരിക്കും ഒരു പഠനം ഏർപ്പെടുത്തേണ്ടതല്ലേ? ഡിസബിലിറ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 4-5 ഡിസബിലിറ്റികളപ്പുറം ഡിസബിലിറ്റി നമ്മുടെ RPD ആക്ടിൽ 21 കാറ്റഗറി ഓഫ് ഡിസബിലിറ്റി പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ബ്ലൈൻഡ്നെസ്, അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, പിന്നെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഇങ്ങനെ 4 കാറ്റഗറിയിൽ. അതിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വരുന്ന ആ കാറ്റഗറിയിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കൂടി വരുന്നുണ്ട്. അതിൽ ഓരോ എന്താ പറയുക കാറ്റഗറിയിലുമായിട്ട് 21ഓളം വരുന്നുണ്ട്. അതിനെ തീർച്ചയായിട്ടും ഇപ്പോൾ RPD ആക്ട് അനുസരിച്ച് അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ള റൈറ്റും ഗവൺമെൻറ്റിന് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക ഒരുപക്ഷെ പിന്നെ വിഷ്വലി ഇമ്പേർഡിൻ്റെ പ്രോബ്ലമും അതുപോലെ ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, ഫിസിക്കൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രോബ്ലമും ആയിരിക്കും. കാരണം അവരാണ് സ്വയം ഏറ്റവും കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ. ഹിയറിംഗ് ഇമ്പേർഡിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ മെൻ്റലി ഇൻ്റലക്ച്വലി ഡിസേബിൾഡ്, ഓട്ടിസ്റ്റിക്, സെറിബ്രൽ പാൾസി, ഇവരുടെയൊക്കെ പാരൻസാണ് പലപ്പോഴും ഇത്തരം ആക്ടിവിസത്തിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഡിസേബിലിറ്റിയുടെ നേച്ചറും അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ പ്രൊമോഷനും ഇൻക്ലൂഷനും അതിൻ്റെ കമ്മ്യൂണിക്കേഷനും ഒക്കെ സംബന്ധിച്ച് കൃത്യമായൊരു ബോധ്യം എല്ലാവർക്കും കൊടുക്കണം. ഇതൊരു മാധ്യമ സെമിനാർ ആയതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ പലപ്പോഴും നമ്മളുടെ പരിപാടികൾക്ക് നിങ്ങളെ വിളിക്കുന്നതിന് പകരം നിങ്ങളുടെ യൂണിയനുകളൊക്കെ ഇനി നമ്മളെ വിളിച്ചിട്ട് എന്താണ് നമുക്ക് പറയാൻ എന്നുള്ളത് കേൾക്കുന്നതിന് കൂടിയുള്ള ഒരിടം വേണം. ഒന്നുകൂടി
ഞാൻ കഴിഞ്ഞ വർഷം KLF വന്നിരുന്നു. ഇപ്പോൾ 15 വർഷമായി ഞാൻ ഫറൂഖ് കോളേജിൽ 14 വർഷമായിട്ട് ജോലി ചെയ്തു. ഞാൻ ഈ സത്യത്തിൽ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസും തിയറിയും അത്യാവശ്യം 400ഓളം പുസ്തകം ഇതിനകം വായിച്ച മലയാള കണ്ടംപററി നോവലും ഇംഗ്ലീഷും ഒക്കെ വായിക്കുന്ന ആളായിട്ടും ഒരു പ്രാവശ്യം KLF എന്നെ ഇതുവരെ ആദ്യമായിട്ട് വിളിച്ചത് ഡിസേബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇപ്രാവശ്യം KDF നടന്നതുകൊണ്ട് KLF എന്നെ വിളിച്ചതും ഇല്ല. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള നിങ്ങൾ എന്ത് പറഞ്ഞാലും സംസാരിക്കാനുള്ള സാധ്യതയുള്ള ഒരാൾ എന്ന നിലക്ക് നിങ്ങൾ പൊതുസമൂഹം നമ്മളെ ഈ ഫീൽഡിന് അപ്പുറത്തും ഇതിന് വിളിച്ചോളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ആരും സംസാരിക്കില്ല. പക്ഷെ മറ്റു മേഖലയിലും സംഭാവന നൽകാൻ കഴിവുണ്ട് എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ ഒരു മീഡിയ വണ്ണിന് മുമ്പ് നമ്മളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം അകാലത്തിൽ മരിച്ചു, നവാസ് നിസാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പൊളിറ്റിക്കൽ ഡിസ്കഷൻസിൽ നല്ല രീതിയിൽ പങ്കെടുത്ത് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ആരെയും ആ മേഖലയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരം സമീപനങ്ങളിലും കൂടി മാറ്റം വരണം എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാം. സത്യത്തിൽ ഈ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാഴ്ചയെ സംബന്ധിച്ച ഒരു സംഗതി എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ കാഴ്ച നിശ്ചയിക്കുന്ന എന്താണ്? നമ്മുടെ ഓർഗൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണോ? ഇപ്പോൾ കാഴ്ച എന്ന് പറയുന്ന കാഴ്ചപ്പാടും കൂടിയല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ കാഴ്ചയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയുടേതായിട്ടുള്ള പ്രശ്നം. അവളെ സംബന്ധിച്ചിടത്തോളം അവളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ കാണുന്നതിൻ്റെ പലതര ആസ്പെക്ട്സിൽ ഒന്ന് മാത്രമാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാഴ്ച. അല്ലാതെ കാണുന്നുണ്ട്, ലോകത്തെ കൃത്യമായി കാണുന്നുണ്ട്. എവിടെയൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാകുന്നുണ്ടോ അതിനോട് പ്രതികരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവൾ പഠിച്ച സോഷ്യോളജിയാണ് അവളുടെ സബ്ജക്റ്റ്. സോഷ്യോളജി ആ സബ്ജക്റ്റിൽ ഇപ്പോൾ പിന്നെ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്തിനാണ് നമ്മളൊരു വേറൊരു ഈ കാഴ്ചയെ ഒരു പ്രത്യേകമായ കാഴ്ചയെ, ഈ ഭൗതികമായ കാഴ്ചയെ മാത്രം അങ്ങനെ കാണുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളൊരു കഥയാണ് ദൃഷ്ടിച്ചാവേർ എന്ന് പറയുന്ന കഥ. അതിൽ റേപ്പിന് വിധേയമാകും എന്ന ഒരു ഘട്ടം എത്തിയ സമയത്ത് ഒരു പെൺകുട്ടി സ്വയം സ്വീകരിക്കുന്ന ഒരു സംഗതിയാണ്, ഞാനിനി ഒന്നും കാണില്ല എന്നൊരു തീരുമാനം. കാഴ്ചയെ, അതായത് ഡിസബിലിറ്റിയെ അവൾ സ്വീകരിക്കുകയാണ്, അവൾ തീരുമാനിക്കുകയാണ്, എനിക്കിനി കാഴ്ചയില്ല എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്ന ആൾക്ക് ഒരു ശ്രീലങ്കയിൽ നിന്നൊരു അവൾ കാഴ്ചയില്ല എന്നുള്ള അവസ്ഥ കണ്ട് അവൾക്കൊരു കണ്ണ് ദാനം ചെയ്യാൻ ശ്രീലങ്കയിൽ നിന്ന് ഒരു ഓഫർ വരികയാണ്. ആ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന കണ്ണിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്ന ചോദ്യത്തിലേക്കാണ് ആ കഥ പോകുന്നത്. അതായത് നിങ്ങളുടെ കാഴ്ച മാത്രമല്ല, നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതിനകത്തൊരു തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കുമോ ആ കണ്ണുകളിലൂടെ വരിക എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് ഫിസിക്കൽ. ഇപ്പം ഞാൻ കാണുന്ന കളർ, ഞാൻ കാണുന്ന പച്ച, ഞാൻ കാണുന്ന ചുവപ്പ്, അത് തന്നെയാണ് സാദിഖ് കാണുന്നതെന്ന് എന്താ ഉറപ്പ്? ഞാൻ കാഴ്ചയെ തീരുമാനിക്കുന്നത് എൻ്റെ ചുവപ്പ് തന്നെയാണ് സാദിഖിൻ്റെയും ചുവപ്പ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? നമുക്കത് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കാഴ്ചയെ നമ്മൾ വളരെ ഒരു ഏകമാനമായിട്ടുള്ള ഒരു സാധനമായിട്ടല്ല കാണുന്നത്. അതിന് പല തലങ്ങളുണ്ട്. ആ തലങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക. ബ്രെയിനിനുള്ള കാഴ്ച മതി നമുക്ക്, കണ്ണിനുള്ള കാഴ്ച വേണമെന്നില്ല. അപ്പോൾ അതും മറ്റൊരു അർത്ഥത്തിൽ കാഴ്ച തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാണാനും അതിനെ വിഭജിച്ചും വ്യവച്ഛേദിച്ചും കാണാനുള്ളൊരു സമീപനമാണ് യഥാർത്ഥത്തിൽ ആവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. നേരത്തെ ഹബീബ് സാറ് KLF വിളിച്ചില്ല എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, KR നാരായണന് ഒറ്റപ്പാലത്ത് റിസർവേഷൻ സീറ്റ് ആണല്ലോ അന്ന് കൊടുത്തത്. അതേ KR നാരായണൻ മെറിറ്റിൽ മാത്രം പഠിച്ചിറങ്ങി, ഇംഗ്ലണ്ട് പോയി പഠിച്ചിറങ്ങി ഇത്രയും കഴിവിൽ വന്നൊരു മനുഷ്യനെ റിസർവേഷൻ സീറ്റിൽ കൊടുത്തൊരു അത് എൻ്റെ ഓർമ്മ വന്നു എനിക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നമ്മളിതിൽ പറയാത്തതായതും നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് പറഞ്ഞു തീർക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കാണികളിലേക്ക് പോയിട്ട് അവരുടെ ചോദ്യത്തിന് മറുപടി നൽകാം. എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഹബീബ് സാറ് പറഞ്ഞ നവാസ് നിസാറിനെ ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡോ പാക് റിലേഷനെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ ക്രിക്കറ്റിനെ പറ്റിയിട്ടും ശരിക്കും ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു. അദ്ദേഹം ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ദയാൽസിൻ കോളേജിലെ അധ്യാപകനായിരുന്നു. ഡൽഹിയിലുള്ള ഒട്ടുമിക്ക ദേശീയ പത്രങ്ങളും പല കാര്യങ്ങൾക്കും സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി വിളിച്ചിരുന്നത് നവാസിനെയാണ്. നവാസ് ഒരു പോരാളിയായിരുന്നു. പക്ഷേ നവാസിന് പോലും ബസ്സിൽ കയറുമ്പോൾ ഇയാൾക്ക് കണ്ണ് കാണാത്ത ആളാണ് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ് മറ്റുള്ളവർ സീറ്റ് കൊടുക്കുന്നതിനെ എതിർക്കുന്ന ഒരാളായിരുന്നു നവാസ്. ആ നവാസിന് ഒരു മീഡിയ എനിക്ക് പറ്റിയ ഒരു ഇടമാണ് എന്ന് തോന്നാൻ, അങ്ങനെ ഒരു തോന്നലുണ്ടാക്കി കൊടുക്കാൻ
നമുക്ക് സാധിച്ചിട്ടില്ല. തീർച്ചയായും. ഹായ്, എൻ്റെ പേര് ജെയ്സൽ എന്നാണ്. ഞാൻ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് എൻ്റെ ചോദ്യം ചോദിക്കാം. അത് കഴിഞ്ഞ തവണ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള, നേരത്തെ സോഷ്യൽ മീഡിയയെ പറ്റി ഡിസ്കഷൻ വന്നല്ലോ, അപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു കാർട്ടൂൺ മോഡൽ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാൾ വോട്ട് ചെയ്യാൻ ചെല്ലുന്നു. അപ്പോൾ അയാളോട് പറയാണ് വേറൊരാളുടെ പുറം കാണിച്ചു കൊടുത്താൽ അതാണ് വോട്ടിംഗ് മെഷീൻ. അപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ ഞെക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേറൊരാൾ, അത് ഇയാൾ പുറത്ത് അമർത്തുകയാണ്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ. എന്നിട്ട് ഈ വോട്ടിംഗ് മെഷീൻ ഞെക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേറൊരാൾ കള്ള വോട്ട് ചെയ്യുന്നുണ്ട്. ഈ കള്ള വോട്ട് ചെയ്യുമ്പോൾ എന്നുള്ള ആ ഒച്ച വരുമ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് എന്ത്, വോട്ട് ചെയ്തു, താൻ വോട്ട് ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള കാർട്ടൂണുകളിലൂടെ, തമാശകളിലൂടെ, ഷോർട്സുകളിലൂടെയൊക്കെ നിരന്തരമുള്ള അപമാനങ്ങൾ ഭിന്നശേഷി സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇനി ഞാൻ 2 ചോദ്യങ്ങളാണ് ആലോചിച്ചത്. അതായത് ഒരു ചെറിയൊരു വായന ഞാൻ മുമ്പ് വായിച്ചു കേട്ടത്. അതായത് ഇപ്പോൾ ഒരു ആദിവാസി വിദ്യാർത്ഥിനിക്ക് ഫുൾ A+ കിട്ടുന്നു, കാഴ്ചപരിമിതനായൊരു വിദ്യാർത്ഥിക്ക് ഫുള്ള്, അതുപോലെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു ആൾക്ക് ഫുൾ A+ കിട്ടുന്നു. ഇത് വലിയ വാർത്തയാക്കുന്നത് വഴി ഈ സമൂഹത്തിന് ഇതൊരു ബാലികേറാ മലയാണ്, അവർക്ക് ഇതൊന്നും കഴിയില്ല, പക്ഷേ ഈ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് ഇത് കിട്ടി, അതെന്തോ അത്ഭുത പ്രവൃത്തിയായിട്ട് കാണുന്നതിലൂടെ ഒരു തരത്തിലുള്ള എക്സ്ക്ലൂഷനാണോ നടക്കുന്നത്? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ അകക്കണ്ണ്, ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് എപ്പോഴും പറയുന്ന സമയത്ത് ഹബീബ് സാറിനോടാണ് ഞാൻ സ്പെസിഫിക്കലി ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകളെ പറ്റി എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ ന്യൂസ് വരുന്ന സമയത്ത് വരുന്ന ഒരു ടൈറ്റിലാണ് അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ രാജേഷ് ഒന്നാമൻ, അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയായി. അപ്പോൾ ഈ അകക്കണ്ണ് എന്നുള്ളത് നമുക്ക് എക്സ്ക്ലൂസീവ്ലി ആയിട്ടുള്ള ഒരു സാധനമാക്കി ചുരുക്കുക വഴി അതൊരു തരം ഗ്ലോറിഫിക്കേഷൻ തന്നെ അല്ലേ എന്നാണ് 2 ചോദ്യം ചോദിക്കാനുള്ളത്. താങ്ക് യു. ഇവിടെ ജയ്സൽ എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്. 2 ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒന്നാമത്തത്, ഇവിടെ ഒരു പൂർണ്ണ ശരീരങ്ങൾ നിർമ്മിച്ചെടുത്ത ഒരു സാമൂഹിക ഘടനയിൽ എന്താർക്ക് കഴിയും എന്നുള്ള കാഴ്ചയുടെ ഡോമിനേഷൻ അല്ലെങ്കിൽ പൂർണ്ണ ശരീരത്തിൻ്റെ യുജിനിക്സും സ്റ്റാറ്റിസ്റ്റിക്സും നിർമ്മിച്ചെടുത്ത, മുതലാളിത്വം നിർമ്മിച്ചെടുത്ത ശരീരഘടനയിൽ ആർക്കെന്ത് കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഹെജിമണി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഭിന്നമായി ആരെന്ത് ചെയ്താലും അവർക്കതൊരു അത്ഭുതമാണ്. അത് അംഗീകരിക്കാനുള്ള വ്യഗ്രത കൊണ്ടാണ് ഇതിനൊരു മഹത്വവും ഇതിനൊരു അസാധാരണത്വമായി കാണേണ്ടി വരുന്നതെന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് പറയുമെന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തത്, നേരത്തെ പ്രമോദ് രാമൻ സാറ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെ നമുക്ക് ഏത് കാഴ്ച വേണം എന്ന് പറയുമ്പോൾ നമുക്ക് കാഴ്ച വേണമെന്നാണ്. കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള, ഉൾക്കാഴ്ച വേണ്ട. നമുക്ക് ഈ പരിപ്രേക്ഷ്യം, പെർസെപ്ഷൻ എന്നുള്ളതിന് ധാരണ എന്നോ കാര്യങ്ങൾ മനസ്സിലാക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പോരെ. അതിന് കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച വേണം. അവിടെ കാഴ്ച എന്ന വാക്കിൻ്റെ ഒരു അധിനിവേശമുണ്ട്. ഇപ്പം ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയും, നമ്മൾ ഈ ഏതോ ഒരു എക്സാമ്പിൾ മുണ്ടെണ്ണ മുണ്ടിയ പൊറോട്ട കിട്ടുമെന്ന് പറയും പോലെ കണ്ണ് കാണാത്തൊരു സമയത്ത് മുണ്ടെണ്ണ മുണ്ടിയ ഉൾക്കാഴ്ചയാണെന്നാ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഉൾക്കാഴ്ചയാണെന്നാണ് പറയുക. അതുകൊണ്ട് ഇതൊരു, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹിത്യത്തിലൊരു കാര്യം പറഞ്ഞാലും അത് സാധാരണ ഒരു അധ്യാപകൻ പറഞ്ഞാൽ അയാളുടെ ഗഹനമായ അറിവ്, നമ്മൾ പറഞ്ഞാൽ അത് ഉൾക്കാഴ്ച. അത് തീർച്ചയായിട്ടും കാഴ്ച കേന്ദ്രീകൃത ലോകത്തിൽ നമ്മളെ കൃത്യമായി നമ്മളുടെ വ്യക്തിത്വത്തെയോ നമ്മളുടെ സ്കില്ലുകളെയോ ഉൾക്കൊള്ളുന്നതിനു പകരം ഇത് നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു സങ്കല്പത്തിൽ നിന്ന് നമ്മളെ ഒരു തരത്തിലുള്ള എക്സ്ക്ലൂഷന് വിധേയമാക്കുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസമായിട്ട് ഈ ഉൾക്കാഴ്ച പ്രവർത്തിക്കുകയാണ്. പണ്ടൊരു ഡോക്ടർ കുണ്ടു എന്ന് പറഞ്ഞൊരാൾ ഈ ഉൾക്കാഴ്ചയെക്കുറിച്ച് PhD ചെയ്തപ്പോൾ ഇദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പം കാഴ്ച പോയ ഉള്ളിൽ വേറൊരു ബൾബ് തുറന്നു വരുമോന്ന്. അപ്പോൾ അയാൾ അവിടെ നിന്ന് ചർച്ച നിർത്തിപ്പോയി എന്നാണ് കഥ. അപ്പോൾ ഏതായാലും ഇതൊരു തരത്തിലുള്ള എക്സ്ക്ലൂഷണറി ഡിഫറൻസിയേഷൻ തന്നെയാണെന്നാണ് ബാക്കിയുള്ളവർ ആദ്യം പറഞ്ഞതിനോട് അവർക്ക് ഉള്ള പ്രതികരണങ്ങൾ പറയുന്നു വിചാരിക്കുന്നു. അല്ല, അതിൽ ഈ പറയുന്ന ഇത് ഭാഷയുടെ ഒരു പരിമിതിയും കൂടിയാണ്. അത് ശരിക്കും പറഞ്ഞു ഇപ്പോൾ ധാരണ എന്നുള്ളത് നമ്മൾ ധാരണ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത മറ്റൊരു കാര്യം. ഇപ്പോൾ സാധാരണയിൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അല്ല ശാരീരികമായി കാഴ്ചാപരിമിതിയുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ലാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പൊതുവേ ഈ വളരെ ഉപരിപ്ലവമായി മാത്രം കാര്യങ്ങൾ കാണുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പറയാം, ഉൾക്കാഴ്ചയില്ലാതെ സംസാരിക്കുകയാണ് എന്ന് പറയും അല്ലേ. അത് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ വാക്കുകൾക്ക്, വാക്കുകളുടെ രാഷ്ട്രീയം, അതിനകത്തുള്ള
നമ്മുടെ പരിമിതികൾ, നമ്മുടെ ഭാഷാപരമായ പരിമിതികൾ, ഇതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഇൻക്ലൂസിവിറ്റിയുടെ ഒരു തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ എൻ്റെ ആശയം അതുകൊണ്ട് മങ്ങിപ്പോവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. അല്ല, ഞാൻ അതിലേക്ക് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. സാറിൻ്റെ ആശയത്തെ എല്ലാ അർത്ഥത്തിലും മാനിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ പേര് ബാലൻ കാട്ടുങ്ങൽ, ഭിന്നശേഷി കൂട്ടായ്മയിലെ ഒരു എളിയ പ്രവർത്തകനാണ്. സാറിനൊക്കെ നേരത്തെ പരിചയമുണ്ട്. അങ്ങനെ സൈഡിൽ നിൽക്കാമെന്ന് വിചാരിച്ചാണ്, ആളുകൾക്ക് ബ്ലോക്കാക്കണ്ടെന്ന് കരുതി. സിനിമേൻ്റെ കാര്യം മാത്രം തന്നെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് കാതലായ കാര്യത്തിലേക്ക് കടക്കുകയാണ്. രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിൽ ഭിന്നശേഷിക്കാരെ എത്തിക്കാട്ടുന്ന സംഭാഷണമുണ്ട്. അതേമാതിരി തന്നെ മോഹൻലാലിൻ്റെ അലിബായ് എന്ന് പറഞ്ഞ സിനിമയിലും ഭിന്നശേഷിക്കാരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സംഭാഷണമുണ്ട്. മറ്റൊന്ന് കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെ അകത്തും ഇതുണ്ട്. ഇതിനെ പറ്റിയിട്ട് ആരും തന്നെ ഒരു വിമർശനം ഒന്നും പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. ഇവിടെ നാട് നന്നാക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാരാണ്, നശിപ്പിക്കുന്നതും അവരാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവരാരും പ്രതികരിച്ചിട്ടുമില്ല. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അന്ന് വീരാംഗരെന്നാണ് പണ്ട് പറയുക. ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ ഫലമായിട്ട് ഇവർ കയ്യും കാലും കണ്ണും ഒക്കെ നഷ്ടപ്പെട്ട് വൈകല്യത്തോടെ ജനിക്കുന്നു എന്നുള്ള ധാരണ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും കഴിഞ്ഞതിന് ശേഷമാണ് സമൂഹത്തിന് മൊത്തത്തിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത്. എല്ലാം ഒക്കെ തന്നെ മതങ്ങൾ, അതായത് ജനിച്ചിട്ടുള്ള ആ പൗരൻ ജനിച്ചിട്ടുള്ള മതങ്ങൾ തന്നെയാണ് ഇനി അവരെ ഉന്മൂലനം ചെയ്യാറുള്ളത് ആദ്യകാലത്ത്. എന്നാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഇവിടുത്തെ സുപ്രീം കോടതി വിധിവിനെ പറ്റി പറയുണ്ടായി. 2 മാസമായി ഇവിടുത്തെ ചീഫ് സെക്രട്ടറിൻ്റെ പക്കൽ കിടക്കുകയാണ് അത് ഗോൾഡ് സ്റ്റോറേജിൽ. സമഗ്രമായിട്ടുള്ള ഭിന്നശേഷി സംഘടനകളോടൊക്കെ തന്നെ നിർദ്ദേശം വാങ്ങിച്ചുകൊണ്ട് സംവരണ കാര്യത്തിൽ വളരെ തന്നെ കാര്യങ്ങൾ സമഗ്രമായിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നേ തീയതി വരെ അത് നടപ്പിൽ വരുത്തിയിട്ടില്ല. അത് വീരാംഗക്ഷേമം വിദൂര സ്വപ്നം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ തന്നെ സർക്കാരിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട് അവരാവശ്യപ്പെട്ടിട്ട്. പക്ഷേ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവിടെയാണ് മാധ്യമത്തിൻ്റെ പ്രസക്തി ഉള്ളത്. മാധ്യമങ്ങൾ ഈ ഒരേ വാർത്ത തന്നെ പല രീതിയിൽ കൊടുക്കുന്നത് മാറ്റിയിട്ട്, പ്രത്യേകിച്ചും ഭിന്നശേഷി മേഖലയിൽ ഈ സംവരണ കാര്യത്തിൽ പ്രത്യേക ഊന്നൽ നൽകണം എന്നുള്ളതാണ്. സുപ്രീം കോടതി വിധി പോലും നടപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സാധിക്കുന്നില്ല. അപ്പം മാധ്യമങ്ങൾക്കാണ് ഇവിടെ പങ്കുള്ളത്. അത് മുന്തിയ പരിഗണന ഈ വിഭാഗത്തിന് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിർത്തുന്നു. ഭിന്നശേഷി വിഷയത്തിൽ സാമുദായിക നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ കാണുന്നുണ്ടല്ലോ. അതെന്തോ ഒരു അവരുടെ അവകാശം ലംഘിക്കപ്പെടുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു വിഷയം അത് ശരിയാക്കി എടുക്കണം എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ അവകാശ നിഷേധം അനുഭവിക്കുന്ന വിഭാഗം ഭിന്നശേഷിക്കാരാണ്. അതല്ല അവിടെ വിഷയമായിട്ട് വരുന്നത്. അതിൽ സാർ ഈ NSSന് ഈ അടുത്തൊരു വിധി കൊടുത്തല്ലോ. സാധാരണ സുപ്രീം കോടതിയുടെ 2025 മാർച്ചിൽ വരെ വന്ന കോടതി വിധികളിൽ പറഞ്ഞിട്ടുള്ളത് ഭിന്നശേഷി തസ്തികയിലേക്ക് ആളെ നിയമിച്ച ശേഷം മാത്രമാണ് ബാക്കി അതിനു മുമ്പ് നിയമിച്ച ഏബിൾ ബോഡീഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്രൂവൽ കൊടുക്കുള്ളൂ എന്നാണ്. ഇപ്പം NSS ഈ ആരും അറിയാണ്ട് ഒരു കേസ് കൊടുത്തു കൊണ്ടുപോയിട്ട് ഞങ്ങൾ തസ്തിക മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് അപ്രൂവൽ തരണമെന്ന്, ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് അപ്രൂവൽ കൊടുക്കണം. ഇത് സത്യത്തിൽ ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അയച്ചാൽ ഞങ്ങൾ പോലുള്ള ആരെയും പരിഗണിക്കാതെ ഇതിൽ വിധി കൊടുത്തു. ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്താ പറയുന്നത്? ഈ വിധി എല്ലാവർക്കും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന, ഈ വിധി തെറ്റാണ്, ഇത് ഞങ്ങൾ തിരുത്തുന്നല്ല, ഇനി എല്ലാവർക്കും ഇത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നീതി സങ്കല്പം. എനിക്ക് തോന്നുന്നത് ഇവിടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞേ അത് നിശ്ചിതമായ റിവ്യൂ തരണം. ഈ അടുത്ത് ഹൃദയപൂർവ്വം സിനിമയ്ക്കെതിരെ ഡോക്ടർ ഹാരിസ് ഉയർത്തിയൊരു വിധി സമൂഹം നന്നായിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പം വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും അന്നാണ് സിനിമ 1, കുഞ്ഞിക്കുനൻ, ഇങ്ങനെയുള്ള സിനിമ വന്ന സമയങ്ങളിൽ അത്ര അങ്ങോട്ട് സജീവല്ല സോഷ്യൽ മീഡിയ. ഇപ്പം സജീവമാണ്. അതുകൊണ്ട് നമ്മുടെ പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ അവബോധത്തിൻ്റെ പ്രശ്നം എല്ലാ മേഖലയിലുണ്ട്. അത് ഇപ്പം ഒരു കോളേജ് അധ്യാപകനായ സാറിന് അറിയാം, മീഡിയ രംഗത്ത് വളരെ സജീവമായി വിഷ്വൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകൾ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാനുൾപ്പെടെയുള്ള ആളുകൾക്ക് സർവ്വ മേഖലയിലുണ്ടത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാലുണ്ട്, നിങ്ങളൊരു കടയിൽ പോയാലുണ്ട്, നിങ്ങളൊരു സാധാരണ സ്കൂളിൽ പോയിരുന്ന രാവിലെ അതായിരുന്നു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനല്ലാതെ ബാക്കി ഒരു അധ്യാപകർക്കും ഈ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല.
അപ്പം ഒരു സാമൂഹ്യ അവബോധം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയ ഒരു എക്കോളജി നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് വളർന്നു വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവും. സിനിമ എന്ന് പറയുന്നത് കച്ചവടം കൂടിയാണ്, പക്ഷേ തിരുത്താൻ സാധിക്കും ഈ മേഖലയിൽ നിന്ന്. അതിനിശ്ചിതമായ റിവ്യൂ മാരിയത്തിനെ പോലുള്ള ഈ മേഖലയിൽ അത് ഇവർ മാത്രം ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവർക്ക് കുറച്ചും കൂടെ അതിനെ നമ്മൾ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ലാതെ കാണാൻ കഴിയുന്ന ആളുകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം.